മലയാളത്തിൽ നമ്മൾ വിശ്വാസം എന്ന് പറയുന്നത് നമുക്കൊക്കെ സുപരിചിതമായ ഈമാൻ എന്ന പദത്തെ പരിഭാഷപ്പെടുത്തിയിട്ടാണ്. ഈമാൻ എന്ന് പറയുമ്പോഴുണ്ടാകുന്ന ഒരു ഗാംഭീര്യവും അതിൻ്റെ ഒരു അർത്ഥവ്യാപ്തിയും വലിപ്പവും സത്യത്തിൽ വിശ്വാസം എന്ന് പറയുമ്പോൾ ഉണ്ടാവുകയില്ല എന്നതാണ് സത്യം. ഈമാൻ എന്നത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ സാങ്കേതികമായ ഒരു പദപ്രയോഗമാണ്. ഒരുപാട് കാര്യങ്ങൾ ഈമാനുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുകയും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. നമുക്കേറ്റവും ഇഷ്ടവും താല്പര്യവുമുള്ള ഒരു കാര്യം, അതിന് നമ്മൾ എന്ത് ത്യാഗവും സഹിക്കും. എത്ര വലിയ കഷ്ടപ്പാടുണ്ടാകേണ്ടി വന്നാലും, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണെങ്കിൽ അതൊന്നും നമ്മളെ അതിൽ നിന്ന് തടസ്സപ്പെടുത്തുകയോ അതിൻ്റെ പേരിൽ നമ്മുടെ മനസ്സ് അലോസരപ്പെടുകയോ ചെയ്യാറില്ല. അപ്പം നമ്മുടെ കുട്ടികൾ, നമ്മുടെ മക്കളെ നമുക്ക് വലിയ ഇഷ്ടമാണ്. മക്കളോടുള്ള ഇഷ്ടവും സ്നേഹവും കാരണം അതികഠിനമായ ചൂട് കൊള്ളുമ്പോഴും ഒരു പ്രവാസിക്ക് ആ ചൂടിൻ്റെ പ്രയാസങ്ങളൊന്നും തോന്നുന്നില്ല. കാരണം അയാൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മക്കൾക്ക് വേണ്ടിയാണ് അത് അനുഭവിക്കുന്നത്. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് രാത്രി 10 മണിക്ക് കിടന്നുറങ്ങുന്നത് വരെയും, ഉറങ്ങാൻ കിടക്കാൻ വരുമ്പോഴാണ് ഊരവേദനിക്കുന്നു, കാല് വേദനിക്കുന്നു, ക്ഷീണം തോന്നുന്നു എന്നൊക്കെ ഉമ്മമാർ പറയുക. ഉറങ്ങാൻ വരുമ്പോഴാണ്. അതുവരെയും കാലിൻ്റെ നീരോ വേദനയോ ബുദ്ധിമുട്ടോ ഒന്നും അറിയാതെ എപ്പോഴാ പണി തുടങ്ങുക, എപ്പോഴാണോ ഉണരുന്നത് അപ്പം മുതൽ പണി തുടങ്ങും. എപ്പോഴത് തീരുക, എപ്പോഴാണോ ഉറങ്ങാൻ പോകുന്നത് അതുവരെ എടുക്കും. 5 മണിക്ക് എണീച്ചാൽ 5 മണി മുതൽ പണി തുടങ്ങും. 4 മണിക്ക് എണീച്ചാൽ 4 മണി മുതൽ പണി തുടങ്ങും. ഏതുവരെയാ? 10 മണിക്ക് ഉറങ്ങുന്ന ആൾ 10 മണി വരെ, 9 മണിക്ക് ഉറങ്ങുന്ന ആൾ 9 മണി വരെ. മക്കൾക്ക് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നതെങ്കിൽ അതൊരു കഷ്ടപ്പാടായി തോന്നാറില്ല. എന്ത് ജോലി എടുക്കും വാപ്പ, എത്ര ബുദ്ധിമുട്ടാനും ഒരു ഉപ്പ തയ്യാറാകും. കാരണം അയാളെ മക്കൾക്ക്, അവിടെ മക്കളോടുള്ള ഇഷ്ടമാണ്, സ്നേഹമാണ്. മക്കൾക്ക് നമ്മുടെ മനസ്സിനകത്തുള്ള സ്ഥാനമാണ്. അങ്ങനെ ത്യാഗം സഹിക്കാനും കഷ്ടപ്പെടാനും മഴ കൊള്ളാനും വെയിൽ കൊള്ളാനും സമയം ചെലവഴിക്കാനും പണം ഉണ്ടാക്കാനും ഒക്കെ നമ്മളെ പ്രേരിപ്പിക്കുന്നത് മക്കളും നമ്മളും തമ്മിലുള്ള അറ്റാച്ച്മെന്റ് കൊണ്ടാണ്. അവർ നമ്മളും തമ്മിലുള്ള ഒരു ബന്ധം കൊണ്ടാണ്. ഈമാൻ എന്ന് പറയുന്നത് 3 തരത്തിലുള്ള ഈമാനുണ്ട്. 3 തരത്തിലുള്ള ഈമാനുണ്ട്. ഇപ്പം നമ്മളൊക്കെ മുഅ്മിനീങ്ങളാണ്. അവിടെ ഇരിക്കുന്നതൊക്കെ മുഅ്മിനാത്തുകളാണ്. മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളുമാണ്. പരിശുദ്ധ ഖുർആൻ മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും വിളിച്ച് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നമ്മളൊക്കെ മുഅ്മിനീങ്ങളാണ്. എന്താണ് ഈമാൻ എന്ന് പറഞ്ഞാൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈമാനിനോട് ഇഷ്ടമുണ്ടാകണേ എന്ന് പറഞ്ഞ് റസൂൽ പ്രാർത്ഥിച്ചിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, മക്കളോട് ഇഷ്ടം ഉണ്ടാകുമ്പോഴാണ് മക്കൾക്ക് വേണ്ടി ത്യജിക്കാൻ. ഉറക്കം നഷ്ടപ്പെടുമ്പോൾ ആരെങ്കിലും പരാതിപ്പെടും. നമ്മളൊരു മീറ്റിങ്ങിന് പോയിട്ട് 1 മണിക്കൂർ ഉറങ്ങാൻ വൈകിയാൽ നമ്മളത് ഒരു 10 കൊല്ലം പറഞ്ഞും കൊണ്ട് നടക്കും. ഞാൻ ആ മീറ്റിങ്ങിന് അന്ന് പോയിട്ട് അന്ന് വൈകിയാണ് ഉറങ്ങിയത്. നമ്മളതിങ്ങനെ പറഞ്ഞും കൊണ്ട് നടക്കും. മക്കൾക്ക് വേണ്ടി ഉറക്കം നഷ്ടപ്പെട്ടാൽ നമുക്ക് പരാതിയില്ല. എന്ത് കാരണം? അതെന്തുകൊണ്ടാണ്? മക്കളോട് നമുക്കുള്ള ഇഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. വളരെ നിർണായകമായ വൈകാരികമായ ഒരു ഘട്ടത്തിൽ, ഒരു സന്ദർഭത്തിൽ ഈമാനിനു വേണ്ടി റസൂല്, ഈമാൻ കിട്ടണേന്നല്ല, ഈമാനിനോട് ഹുബ്ബുണ്ടാക്കി തരണേ എന്ന് പറഞ്ഞ് റസൂൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഉഹദ് യുദ്ധം കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, ആ ഒരു സന്ദർഭം വളരെ വൈകാരികമായ ഒരു ഘട്ടമാണ്.
വിശ്വാസികൾ തന്നെ പിന്തിരിഞ്ഞോടുന്നു. അനുകൂലമായ യുദ്ധം പ്രതികൂലമായി മാറുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ടു എന്ന പ്രചാരണം ഉണ്ടാകുന്നു. അള്ളാഹിൻ്റെ റസൂലിൻ്റെ മുൻപല്ല് പൊട്ടുകയും കവിളിൽ മുറിവ് വരികയും മുഖത്താകെ ചോര പടരുകയും ചെയ്യുന്നു. യുദ്ധത്തിന് വരുമ്പോൾ ഉണ്ടായിരുന്ന സ്വഹാബികളുടെ കൂട്ടത്തിൽ അക്ഷരാർത്ഥത്തിൽ 70 സ്വഹാബികൾ മരണത്തെ അഭിമുഖീകരിക്കേണ്ടി വരുന്നു. ഉഹുദിൽ 70 ആളുകൾ മരിച്ചു കിടന്ന് ഉഹുദ് പ്രതികൂലമായി പരാജയത്തിലേക്ക് നീങ്ങി മുസ്ലിങ്ങളെ നാമാവശേഷമാക്കാതെ യുദ്ധം നിർത്തി ശത്രുക്കൾ മടങ്ങിപ്പോയി. ആ സന്ദർഭത്തിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയ ഒരു പ്രാർത്ഥനയുണ്ട്. ദീർഘമായ ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറയാൻ, ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടിയിട്ട് ഇസ്തവ്വു, നമ്മൾ നിസ്കാരത്തിനൊക്കെ സ്വഫ് നിൽക്കുമ്പോൾ പറയില്ലേ, ഇസ്തവ്വു, എല്ലാവരോടും ഇങ്ങനെ സ്വഫ് നിൽക്കാൻ പറഞ്ഞു. ഉഹുദിൻ്റെ ആ സന്ദർഭം നമ്മുടെ മനസ്സിലുമാണ്. ഉഹുദ് ഒരു യുദ്ധക്കളാണ്. 70 ആളുകൾ മരണപ്പെട്ട് കിടക്കുന്നു. യുദ്ധം പ്രതികൂലമായിരിക്കുന്നു, പരാജയപ്പെട്ടിരിക്കുന്നു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തന്നെ മുറിവ് പറ്റി അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന ഹംസ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ, അതൊക്കെ ഇങ്ങനെ കണ്ണിൽ നേർക്ക് നേരെ കാണുകയാണ്. മരണപ്പെട്ട് ഹംസ റളിയല്ലാഹുവിൻ്റെ നെഞ്ചിങ്ങനെ ശരിക്ക് വാളുകൊണ്ട് മുറിച്ച് പിളർന്ന് ഹംസ റളിയല്ലാഹുവിൻ്റെ കരള് മാന്തി വലിച്ച് പുറത്തിട്ട് അത് ചവച്ച് തുപ്പിക്കിടക്കുന്നതൊക്കെ ഇങ്ങനെ കണ്ട വൈകാരികമായൊരു ഘട്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട്, അവശേഷിക്കുന്നവരോട്, അനുചരന്മാരോട് പറഞ്ഞു, ഇസ്തവ്വു, എല്ലാവരോടും സ്വഫ് നിൽക്കാൻ പറഞ്ഞു. എല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വഫ് നിന്നു. ഉസ്നിയാലെ അല റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനൊന്ന് പുകഴ്ത്തട്ടെ. റസൂൽ പറയാണ്, ഞാൻ ഈ ഘട്ടത്തിൽ എൻ്റെ റബ്ബിനൊന്ന് പുകഴ്ത്തട്ടെ. വഖാല അല്ലാഹുമ്മ ലക്കൽ ഹംദ്, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ലാ മുഅത്തിയ ലിമാ മനഅത വലാ മാനിയ ലിമാ അഅ്തൈത, ലാ മുഅത്തിയ ലിമാ മനഅത, അല്ലാഹുവേ നീ തടഞ്ഞത് നൽകാൻ കഴിയുന്ന ഒരാളുമില്ല. വലാ മാനിയ ലിമാ അഅ്തൈത, നീ എന്താണോ തീരുമാനിച്ചത് ആ തീരുമാനം തടയാൻ കഴിയുന്ന ആരും, നീ വിധിച്ചത് തടയാൻ കഴിയുന്ന ആരും മനുഷ്യരുടെ കൂട്ടത്തിലില്ല. എന്നിട്ട് റസൂൽ പറഞ്ഞു, അല്ലാഹുമ്മ, അല്ലാഹുവേ ഹബ്ബിബ് ഇലൈനൽ ഈമാന, ഞങ്ങളുടെ മനസ്സിനകത്ത് ഈമാനിനോട് മുഹബ്ബത്ത് ഉണ്ടാകണേ, ഞങ്ങൾക്ക് ഈമാനിനോട് സ്നേഹം ഉണ്ടാകണേ, ഹുബ് ഉണ്ടാകണേ, ഇഷ്ടം ഉണ്ടാകണേ. ഈമാൻ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായി, ഞങ്ങളുടെ മനസ്സുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായി. എൻ്റെ മനസ്സിൽ ഈമാൻ ഉണ്ടാക്കി തരണേ എന്നല്ല കേട്ടോ പറയുന്നത്, അതല്ല പ്രാർത്ഥിക്കുന്നത്. ഈമാൻ ഉണ്ട്, അതുകൊണ്ടാണ് അവർ യുദ്ധത്തിന് വന്നത്. സ്വഹാബത്ത് യുദ്ധത്തിൽ പങ്കെടുത്തത്, യുദ്ധം പ്രതികൂലമായപ്പോഴും റസൂലുള്ളാഹിന്റെ കൂടെ നിന്നത് അവർക്ക് ഈമാൻ ഉള്ളത് കൊണ്ടാണ്. നല്ല അതിശക്തമായ ഈമാൻ അവരുടെ മനസ്സിലുള്ളത് കൊണ്ടാണ്. പക്ഷേ സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ ഈമാനിനോട് വിരോധവും വെറുപ്പും തോന്നുന്ന അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് റസൂൽ പ്രാർത്ഥിക്കുകയാണ്, ഹബ്ബിബ് ഇലൈനൽ ഈമാൻ, ഞങ്ങളുടെ മനസ്സിനകത്ത് ഈമാനിനോട് മുഹബ്ബത്ത് ഉണ്ടാക്കി തരണേ. വസയ്യിൻഹു ഫീ ഖുലൂബിനാ, അല്ലാഹുവേ ഏറ്റവും ഭംഗിയുള്ളതായി, നല്ല ചൊറുക്കുള്ളതായി, നല്ല മുഞ്ചുള്ളതായി ഈമാനിനെ ഞങ്ങളുടെ മനസ്സിനകത്ത് നീ അങ്ങനൊരു വികാരമാണ് ഞങ്ങൾക്ക് ഈമാനോട് ഉണ്ടാകേണ്ടത്, ആകർഷണീയമാക്കി തരണേ. ഈമാനിനെ ഞങ്ങൾക്ക് നീ ആകർഷണീയമാക്കി തരണേ. വകർരിഹ് ഇലൈനൽ കുഫ്റ വൽ ഫുസൂഖ വൽ ഇസ്യാൻ, കുഫറിനോട്, എന്താ കുഫർ എന്ന് പറയുമ്പോൾ നമ്മൾ സത്യനിഷേധം എന്നാണ്, കാഫിർ സത്യനിഷേധി, അവിശ്വാസി എന്നൊക്കെ നമ്മൾ പറയാം. ഇവരൊക്കെ വിശ്വാസികളാണ്. ഇവർ കുഫറിൽ നിന്ന് ഇങ്ങോട്ട് പോന്നു എന്ന് പറയുന്നത് നമ്മൾ മുസ്ലിങ്ങളായതുപോലെ വളരെ ലഘുവായ ഒരു ചടങ്ങൊന്നുമല്ല. നമ്മൾ മുസ്ലിം ആകുന്നത് ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും മക്കളായി ഇങ്ങനെ പറന്ന് 4 വയസ്സാകുമ്പോൾ മദ്രസ ചേർത്ത് അവിടുന്ന് ഷഹാദത്ത് പഠിച്ച് ഇസ്ലാം പഠിച്ച് നമ്മളിങ്ങനെ മുസ്ലിങ്ങളായി ഒരു യാന്ത്രികത നമ്മുടെ ഇസ്ലാമിലുണ്ട്. ഒരു ജൈവികമായ പ്രക്രിയ പോയ നമ്മളിങ്ങനെ ജനിച്ച് ഒരു വീട്ടിൽ നമ്മൾ ജീവിച്ച് അവിടെ നമ്മൾ സ്കൂളിൽ പോയി
സ്കൂൾ കഴിഞ്ഞ് കോളേജ് കഴിഞ്ഞ് നമ്മളൊരു ജോലിയിലേക്ക് ഇങ്ങനെ പോയതുപോലെ നമ്മുടെ ഇസ്ലാമിൻ്റെ കാര്യത്തിൽ നമുക്കൊക്കെ അങ്ങനത്തെ ഒരു യാന്ത്രികത ഉണ്ട്. ഇങ്ങനെ ബോധപൂർവം അറിഞ്ഞും പറഞ്ഞും ബോധ്യപ്പെട്ടും മനസ്സിലാക്കിയും ഉള്ളിൻ്റെ ഉള്ളിൽ ശരിക്ക് നന്നായി വന്ന് തട്ടിത്തറച്ചും ഷഹാദത്ത് ഉച്ചരിച്ച് മുസ്ലിങ്ങളായവരല്ല. ഞാനും അങ്ങനെയല്ല, നമ്മളിൽ മഹാഭൂരിപക്ഷ ആളുകളും അങ്ങനെയല്ല. പക്ഷേ റസൂൽ സ്വഫ് നിർത്തി പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ ഷഹാദത്ത് ചെല്ലുക എന്ന് പറഞ്ഞാൽ അങ്ങനെ അറിഞ്ഞ് ഷഹാദത്ത് ചെല്ലിയ ആൾക്കാരാണ്, അനുഭവിച്ച് ഷഹാദത്ത് ചെല്ലിയ ആൾക്കാരാണ്. അവരെ നിർത്തിയിട്ടാണ് ഹബ്ബിബ് ഇലൈനൽ ഈമാന, ഞങ്ങൾക്ക് ഈമാനിനോടുള്ള ഇഷ്ടം ഇങ്ങനെ കൂട്ടി തരണേ എന്ന് പറയുന്നത്. ഈമാനിനോടുള്ള ഇഷ്ടം കൂട്ടി, അള്ളാഹിനോടുള്ള ഇഷ്ടം കൂടുക, റസൂലിനോട് ഇഷ്ടം കൂടുക, ഖുർആനിനോട് ഇഷ്ടം കൂടുക, ദീനിനോട് ഇഷ്ടം കൂടുക, നിസ്കാരത്തോട് ഇഷ്ടം കൂടുക, നോമ്പിനോട് ഇഷ്ടം കൂടുക. നിങ്ങൾ അങ്ങനെ വലുതാക്കി ആലോചിച്ച് നോക്കുക അതിനെക്കുറിച്ച്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാണ് പ്രാർത്ഥിക്കുന്നത്. ഹബ്ബിബ് ഇലൈനൽ ഈമാന വസയ്യിൻഹു ഫീ ഖുലൂബിന. ഈമാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുള്ളതായി 5 നേരം പള്ളിയിൽ പോകുന്നു എന്നത് എനിക്കൊരു അഭിമാനവും സന്തോഷവും സൗന്ദര്യവും ആകർഷണീയവുമായി തോന്നുക. ഇടങ്ങാറായിട്ട് സുബഹി ബാങ്ക് കൊടുത്തല്ലോ, ഒന്നിങ്ങനെ കിടന്നപ്പോഴേക്കും അസർ ബാങ്കാണ് കൊടുത്തു. അങ്ങനെയല്ല, അസർ ബാങ്ക് കൊടുത്തു എന്നതെൻ്റെ സന്തോഷമായി മാറുന്നു, സുബഹിയായി എന്നതെൻ്റെ സന്തോഷമായി ഞാൻ അങ്ങനെ അനുഭവിക്കുകയാണ്. അത് ഞാൻ ആസ്വദിക്കുന്ന. സുബഹിക്ക് പള്ളിയിലേക്ക് ഞാനിങ്ങനെ നടന്നു പോകുന്നത്, തണുപ്പുണ്ടെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇരുട്ടുണ്ടെങ്കിലും ദൂരമുണ്ടെങ്കിലും ഞാനതിങ്ങനെ ആസ്വദിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഹബ്ബിബ്, അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതായി എനിക്ക് ഈമാനും അനുബന്ധ കാര്യങ്ങളും മാറണേ എന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് നന്ദികേടിനോട് വെറുപ്പുണ്ടാകണം. അള്ള പറഞ്ഞൊരു സംഗതിയോട്, അള്ള കൽപ്പിച്ചൊരു കാര്യം ചെയ്യാതിരിക്കുന്നതും വിരോധിച്ചൊരു കാര്യം ചെയ്യുന്നതും എനിക്ക് വെറുപ്പുണ്ടാണ്. എനിക്ക് മൊബൈലിൽ ഞാനൊരു സ്ത്രീയെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്, അർദ്ധനഗ്നയായൊരു സ്ത്രീയെ മൊബൈലിൽ ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് വെറുപ്പായി മാറുക. എൻ്റെ മനസ്സ്, എൻ്റെ ശരീരത്തിന് അത് ഇഷ്ടമാണ്, പക്ഷെ എൻ്റെ ഈമാനിന് അത് വെറുപ്പാണ്. എൻ്റെ ശരീരം, അതാണ് നമ്മൾ ഇച്ഛ എന്ന് പറയില്ലേ, ദേഹേച്ഛ എന്ന് പറയില്ലേ, ദേഹത്തിൻ്റെ ഇച്ഛ. ഒരു മനുഷ്യൻ്റെ ദേഹത്തിൻ്റെ ഇച്ഛ എന്താണ്? ഒരാണാണെങ്കിൽ ഒരു അർദ്ധനഗ്നയായ സ്ത്രീയുടെ ശരീരത്തെ മൊബൈൽ ഫോണിൽ കാണുന്നത് ദേഹേച്ഛയാണ്. ഒരു മനുഷ്യൻ്റെ ആണിൻ്റെ ശരീരത്തിൻ്റെ ഇഷ്ടം അതാണ്. പക്ഷെ എൻ്റെ ഈമാനിന് അതിന് വെറുപ്പായി മാറുക. അതാണ് വക്കറഹ ഇലൈക്കുമുൽ അലൈ വക്കരിഹ് ഇലൈന. പരിശുദ്ധ ഖുർആന്റെ ആയത്താണ് കേട്ടോ അത് വെച്ചിട്ടാണ് റസൂൽ പ്രാർത്ഥിക്കുന്നത്. വക്കരിഹ് ഇലൈനൽ കുഫ്റ വൽ ഫുസൂഖ വൽ ഇസ്യാൻ. അരുതെന്ന് അല്ലാഹ് പറഞ്ഞ എല്ലാത്തിനോടും എനിക്ക് വെറുപ്പുണ്ടാകുക. എന്തെങ്കിലും ഒരു അവസരം കിട്ടിയാൽ ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പറ്റൂല എന്നൊക്കെ അറിയാം, ഹറാമാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ഇതല്ലാതെ ഒരു മാർഗമല്ല. എൻ്റെ ചെറിയൊരു ഇടപാടാണ്, ചെറിയൊരു കച്ചവടമാണ്. അപ്പോൾ ബാങ്കിൽ നിന്ന് 2 ലക്ഷം ലോൺ അല്ലാതെ വേറൊരു മാർഗം എൻ്റെ മുമ്പിലില്ല. അങ്ങനത്തെ ഒരു നിർബന്ധിത സാഹചര്യത്തിലാണ് ഞാൻ പോയി ലോൺ എടുക്കുന്നത് എന്നൊക്കെ നമ്മൾ പറയും. ഞാൻ പറയുന്നത് അത് ഉസ്താദ് അറിയോ, നാട്ടുകാരറിയോ, ആർക്കെങ്കിലും ഞാൻ അങ്ങനെ പലിശക്ക് പണമെടുത്തിട്ട് കച്ചവടം നടത്തും എന്ന് പറയുമ്പോൾ അത് നാട്ടുകാരുടെ ഇടയിൽ ഒരു ചർച്ചയാകും. ഇതൊന്നുമല്ല. എൻ്റെ മനസ്സിനകത്ത് പലിശയോട് വെറുപ്പുണ്ടാകുക. പലിശ എന്ന് പറയുമ്പോൾ അറപ്പും വെറുപ്പും തോന്നുന്ന, അതിന് പ്രാർത്ഥിക്കാനാണ് റസൂൽ പറയുന്നത്. അല്ലാഹ് ഹറാമാക്കിയ കാര്യങ്ങളോടൊക്കെ അറപ്പ് തോന്നുന്ന ഒരു മനസ്സുണ്ടായാൽ എന്തൊരു സുഖമായിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ എന്തൊരു വ്യഭിചാരത്തോട് നമുക്ക് അറപ്പുണ്ടാകുക. ഒരന്യ സ്ത്രീയോട്, ഒരന്യ പുരുഷനോട് സ്വകാര്യമായി ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ തനിച്ചാകുന്നത് വലിയ അറപ്പായി നമുക്ക് മാറുക, നമുക്ക് വലിയ വെറുപ്പായി തോന്നുക. അങ്ങനത്തെ ഒരു മനസ്സ് നമ്മുടെ ആൺകുട്ടിക്ക് ഉണ്ടായാൽ, നമ്മുടെ പെൺകുട്ടിക്ക് ഉണ്ടായാൽ, കോളേജിലേക്ക് പറഞ്ഞേക്കുമ്പോൾ പെൺകുട്ടികളെ കുറിച്ച് നമ്മൾ പേടി എന്താ, ആൺകുട്ടികളെ കുറിച്ച് നമ്മുടെ ആശങ്ക എന്താ? ലഹരി ഉപയോഗിക്കുന്നത് നമ്മുടെ കുട്ടിയുടെ മനസ്സിൽ വെറുപ്പാണ്. ബീഡി എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ബീഡി എന്ന് പറയുമ്പോഴൊക്കെ എന്നെ വെറുപ്പ് തോന്നുക. സിഗരറ്റ് എന്ന് പറയുമ്പോഴൊക്കെ, ലഹരിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംഗതി കാണുമ്പോഴൊക്കെ കേൾക്കുമ്പോഴൊക്കെ നമ്മുടെ കുട്ടിയുടെ മനസ്സിൽ വെറുപ്പ് തോന്നുക. അതാണ് കുഫ്റ വൽ ഫുസൂഖ വൽ ഇസ്യാൻ. അത് അല്ലാഹ് തരുന്നതാണ്. അള്ളാഹിനോട് അത് ചോദിക്കണം എന്നാണ്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സന്ദർഭം ഏതാണ്? ഉഹുദിൻ്റെ രണാങ്കണം, യുദ്ധം കഴിഞ്ഞ് പൊടിയൊക്കെ അടങ്ങി ഷഹീദായ ആളുകളൊക്കെ യുദ്ധക്കളത്തിൽ കിടക്കുമ്പോൾ അവിടെ സ്വഫായി നിർത്തിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ഈമാനിനോട് ഞങ്ങളുടെ മനസ്സിൽ മുഹബ്ബത്തും കുഫറിനോട് ഞങ്ങളുടെ മനസ്സിൽ ദേഷ്യം ഉണ്ടാക്കി തരണേ. അള്ളാഹുവേ, ദീനിനോട് ഞങ്ങളുടെ മനസ്സിൽ ഇഷ്ടവും ദീനിന് വിരുദ്ധമായ എല്ലാ കാര്യങ്ങളോടും ഞങ്ങളുടെ മനസ്സിൽ വെറുപ്പുണ്ടാക്കി തരണേ. നന്നായിട്ട് തലമറച്ച് ശരീരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ മറച്ച് നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് പുറത്തു പോകുന്നത് ഒരു പെണ്ണിന് സ്വന്തം മനസ്സിനകത്ത് അങ്ങേയറ്റത്തെ ഇഷ്ടവും, ശരീരത്തിൻ്റെ പാടില്ലെന്ന് പടച്ചോൻ പറഞ്ഞ ഏതെങ്കിലും ഒരു ഭാഗം പുറത്ത് കാണുന്നത് ഒരു പെണ്ണിന് അവളുടെ മനസ്സിനകത്ത് വലിയ വെറുപ്പുമായി മാറുന്ന ഒരു സാഹചര്യം അതുണ്ടാകും. അതിനുവേണ്ടി നിങ്ങൾ ഈമാനിനു വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ സ്തുതിക്കണം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ഹിദായത്ത് എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് തന്നതുകൊണ്ട് കിട്ടി. അപ്പം നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കണല്ലേ, ഇത്ര ആൾക്കാർ, ഇതിൻ്റെ 10 ഇരട്ടിയോ 100 ഇരട്ടിയോ ആളുകൾ ഇതിൻ്റെ പരിസരങ്ങളിലുണ്ട്. നമ്മുടെ കുറേ സഹോദരിമാർ, ആണുങ്ങളെക്കാൾ കൂടുതൽ പെണ്ണുങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഇവരുടെ 10 ഇരട്ടി ആൾക്കാർ നമ്മുടെ ഈ ശബ്ദം കേൾക്കുന്ന പരിസരങ്ങളിൽ മുസ്ലിങ്ങൾ തന്നെ ഉണ്ട്. ഹിദായത്ത് എന്ന് പറയുന്നത് അള്ളാഹ് നമുക്ക് തന്ന അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ വലിയ അനുഗ്രഹമാണ്, പടച്ചോ നന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ അതിന് സ്തുതി പറയണം. എല്ലാവർക്കും കിട്ടൂല ഹിദായത്ത്, എല്ലാവർക്കും കിട്ടൂല. നമ്മളൊക്കെ എത്ര ചെറിയ ആൾക്കാരാ, നിസ്സാരക്കാരായ ആൾക്കാരാ. നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തന്നാരാ? നമ്മുടെ നാട്ടിലത്തെ ഏതെങ്കിലും ഒരു ഉസ്താദോ? നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദ് ആദ്യം കേൾക്കുന്നത് ഒരുപക്ഷെ അഫ്ളൽ ഉലമ പോലും കഴിയാത്ത ഏതെങ്കിലും ഒരു സാധാരണ ഉസ്താദ് നിന്ന് മദ്രസന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. പടച്ചവനോട് മാത്രമാണ്. ഇതാണ് ദീന്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹിദായത്തൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് നന്നേ ചെറിയ പ്രായത്തിൽ ഒരു പാവപ്പെട്ട മനുഷ്യനായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിദായത്ത് കൊടുക്കാൻ ശ്രമിച്ചത് സ്വന്തം എളാപ്പാക്കാണ്, അബൂ ത്വാലിബിനോട് റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ ഒരു തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ, മരിക്കുന്നതിന് മുമ്പ് ഒറ്റത്തവണ നിങ്ങളുടെ നാവ് കൊണ്ടൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ റബ്ബിനോട് പോയി അത് വെച്ച് സംസാരിക്കും. അള്ളാഹിനോട് പോയി അത് വെച്ചിട്ട് എൻ്റെ എളാപ്പ മരിക്കുന്നതിന് മുമ്പ് റബ്ബെ ഒരു തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, അത് വെച്ച് ഞാൻ എന്ത് ചെയ്യും? അള്ളാഹിനോട് സംസാരിക്കും. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് ഒരു തവണ. റസൂൽ പറഞ്ഞില്ലേ, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കുക എൻ്റെ എളാപ്പയാണ്. ആ ചെറിയ ശിക്ഷ എന്ന് പറഞ്ഞാൽ ചെരുപ്പാണ്. ആ ചെരുപ്പിട്ടാൽ തലച്ചോറ് തിളക്കുമെന്നാണ്. തലച്ചോറ് തിളക്കുന്ന പാദരക്ഷകൾ, അതാണ് നരകത്തിലെ ഏറ്റവും ശിക്ഷ. അതെൻ്റെ എളാപ്പാക്കാണ് അനുഭവം. എന്താ കാരണം എന്നറിയോ? അബൂ ത്വാലിബ് പറഞ്ഞു, ഈ ലോകത്ത് സത്യം മാത്രം പറയുന്നവനാണ് മോനെ നീ. റസൂലിനോട് പറയാണ് അബൂ ത്വാലിബ്, സത്യം മാത്രം പറയുന്നവരാണ്, എനിക്കതറിയാം. നീ പറയുന്നതാണ് സത്യം എന്നെനിക്കറിയാം. ആരാ പറയുന്നത്? അബൂ ത്വാലിബ് പറയാണ്, നീ പറയുന്നതാണ് സത്യം എന്നെനിക്കറിയാം. ആൾക്കാർ പറയും മുജാഹിദീങ്ങൾ പറയുന്നതാണ് സത്യം എന്നൊക്കെ അറിയാം, പക്ഷെ അതിപ്പോ പറ്റൂല, സ്വീകരിക്കാൻ കഴിയൂല. നീ പറയുന്നതാണ് സത്യം എന്നെനിക്കറിയാം, അബൂ ത്വാലിബ് പറയാൻ, പക്ഷെ എന്നെ കൊണ്ട് സ്വീകരിക്കാൻ കഴിയില്ല. എന്ത് പറഞ്ഞിട്ട് അദ്ദേഹം മരണപ്പെട്ടത്? അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബ് എൻ്റെ ഉപ്പ മുഹമ്മദ് കൊണ്ടുവന്ന ആശയം സ്വീകരിച്ചിട്ടൊന്നുമല്ല മരിച്ചത്. ഇപ്പൊ മരിച്ചത് എങ്ങനെയാ? വാപ്പ എങ്ങനെയാ മരിച്ച? ആ ദീനും അതിരിക്കും. അബൂ ത്വാലിബിൻ്റെ മനോഗതിയാണ്. എല്ലാ സഹായവും ചെയ്തു. ഞാൻ മരിക്കുന്നത് വരെ, അബൂ ത്വാലിബിൻ്റെ വാക്കാണ്, ഞാൻ മരിച്ചിട്ട് എന്നെ മണ്ണിനടിയിൽ വെക്കുന്നത് വരെ മുഹമ്മദെ നിന്റെ രോമത്തിൽ തൊടാൻ ഞാൻ ആരെയും അനുവദിക്കൂല. അബൂ ത്വാലിബിൻ്റെ വാക്കാണ്. നമുക്ക് റസൂലുള്ളാഹിക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കാൻ അവസരം കിട്ടിയാൽ നമ്മളത് ഉപയോഗിക്കൂലേ? എത്ര ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ റസൂലുള്ളാഹിനെ ഒന്ന് കാണാൻ. അള്ളാഹിൻ്റെ റസൂലിന് എന്തെങ്കിലും ചെറിയൊരു ഖിദ്മത്ത് ചെയ്യാൻ അവസരം കിട്ടിയാൽ നമ്മളൊക്കെ അത് ഉപയോഗിക്കും. റസൂലുള്ളാഹിന് ഒരു ദിവസം റസൂലുള്ളാഹിക്ക് ഒരു സംരക്ഷണം കൊടുക്കാൻ, ഒരു രാത്രി നമ്മുടെ വീട്ടിൽ കിടത്തി ഉറക്കാൻ, റസൂലിനെ ശത്രു ഉപദ്രവിക്കാതെ, ശത്രു ആക്രമിക്കാതെ, അള്ളാഹിൻ്റെ റസൂലിന് ഒരു ദിവസം സംരക്ഷണം കൊടുക്കാൻ ഒരവസരം കിട്ടിയാൽ നമ്മളത് ഇവിടെ നറുക്കിട്ടെടുക്കേണ്ടി വരും.
നമുക്കൊരവസരം വരികയാണ്. ഇത്രയും ആൾക്കാരെടുത്തിട്ട് പറയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലിന് സംരക്ഷണം കൊടുക്കണം, ഒരു ദിവസം രാത്രി വീട്ടിൽ താമസിപ്പിച്ച് സംരക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് അതിന് തയ്യാറുള്ളതെന്ന് വെച്ചാൽ വെറുതെ ഒന്ന് സങ്കല്പിച്ചു നോക്കുക. നമ്മൾ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അബൂ ത്വാലിബ് സംരക്ഷിച്ചു. അബൂ ത്വാലിബിന്റെ വാക്കാണ്, ഞാൻ ജീവിച്ചിരിക്കുന്ന മരിച്ചിട്ട് മണ്ണിനടിയിൽ എന്നെ കുഴിച്ചു മൂടിയതിന് ശേഷമല്ലാതെ നിന്റെ രോമത്ത് തൊടാൻ ഞാൻ ആരെയും അനുവദിക്കില്ല എന്ന് അബൂ ത്വാലിബിന്റെ വാക്കാണ്. അങ്ങനെ റസൂലിനെ സംരക്ഷിച്ച അബൂ ത്വാലിബ് മരിക്കുമ്പോൾ റസൂല് പറഞ്ഞു, തലക്കുമ്പാത്തിരുന്നിട്ടാ പറഞ്ഞത് ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതൊരു അഭ്യർത്ഥനയാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ അപേക്ഷയാണ്. എന്തിനാണിത്? അബൂ ത്വാലിബ് അത് പറയുമ്പോൾ മനസ്സ് തട്ടോ, ഈമാൻ വന്നോ, ശരിക്കുള്ള മുസ്ലിമായോ, ഇതൊന്നുമല്ല. ഞാൻ അത് വെച്ച് എൻ്റെ റബ്ബിനോട് തർക്കിക്കും, ഞാൻ അത് വെച്ച് എൻ്റെ റബ്ബിനോട് തർക്കിക്കും, എൻ്റെ എളാപ്പാനെ രക്ഷപ്പെടുത്തണം എന്ന് ഞാൻ പറയും. അങ്ങ് അതൊന്ന് പറയണം. പറഞ്ഞില്ല അബൂ ത്വാലിബ്. മരിക്കാതെ മൻ കാന ആഖിറു കലാമിഹി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, അങ്ങനെയല്ലേ നമ്മൾ കേട്ടിട്ടുള്ളത്? അതെല്ലാവർക്കും പറയാൻ കഴിയും നമ്മളങ്ങനെ വിചാരിക്കുന്നുണ്ടോ? ആരുടെയെങ്കിലും വാക്കിൽ വർത്തമാനങ്ങളിൽ ഈ ദുനിയാവിൽ വെച്ച് ഏറ്റവും അവസാനമായി പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, നമ്മൾ കണ്ണടക്കുന്നതിന് മുമ്പ്, മരിച്ചു പോണതിന് മുമ്പ് ഏറ്റവും അവസാനം പറയുന്ന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ് ജീവിതം ദുനിയാവിൽ തീരുന്നതെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്. എന്താ ഉറപ്പെന്നറിയോ? ഇത് റസൂല് തന്ന ഉറപ്പാ. അല്ലാണ്ട് റസൂൽ എന്താ ഉറപ്പെന്നറിയോ? ദഖലൽ ജന്ന, ദഖലൽ ജന്ന. അതിന് ഭാഗ്യമുള്ളവരായി അള്ളാഹു നമ്മളെ തീർക്കുമാറാകട്ടെ. സ്വർഗത്തിലാണ് അള്ളാന്റെ റസൂൽ തന്ന ഉറപ്പാണ്. പക്ഷെ അത് ആർക്കാ കഴിയുക? റസൂൽ ഇങ്ങനെ നിന്നിട്ട് മരിക്കാൻ നേരത്തെ അടുത്ത് ചെന്ന് നിന്നിട്ട് ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അബൂ ത്വാലിബിന് ആ ഭാഗ്യം ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ അത് ആർക്കാ കഴിയുക? എല്ലാവർക്കും. നമുക്കിപ്പോൾ ഇങ്ങനെ തോന്നുന്നില്ലേ, മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അങ്ങനെയല്ല. അതല്ല കേട്ടോ, ആ ഹദീസിന്റെ അർത്ഥം അതല്ല. നമ്മൾ സ്വപ്നം കാണൂലേ? സ്വപ്നം കാണുമ്പോൾ അപകടങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എണീച്ച് ഓടാൻ തോന്നും, പക്ഷെ ഓടാൻ കഴിയൂല. നമ്മളത് അനുഭവിച്ചിട്ടുണ്ട്. ഉറക്കത്തിലും സ്വപ്നത്തിലൊക്കെ ഓടണം തോന്നും, ഓടാൻ കഴിയൂല. നമുക്ക് അലറി വിളിക്കണം എന്ന് തോന്നും. ചെറുപ്പത്തിലൊക്കെ സ്വപ്നം കാണുമ്പോൾ നമ്മളെ ഭീതിപ്പെടുത്തുന്ന പലതും ഇങ്ങനെ വന്ന് നമ്മളങ്ങനെ പിടിക്കാൻ വരുമ്പോൾ, ആരോ നമ്മളെ പിടിക്കാൻ നമ്മുടെ പിന്നാലെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഒച്ചട്ട് നിലവിളിച്ച് ശബ്ദം ഉണ്ടാക്കണം എന്ന് തോന്നും. പക്ഷേ നാവിന്ന് സ്വരം പുറത്തേക്ക് വരില്ല, ശബ്ദം പുറത്തേക്ക് വരില്ല. ശരിയായ രൂപത്തിൽ ഒച്ചടാൻ, അട്ടഹസിക്കാൻ നമുക്ക് കഴിയൂല. നമ്മളത് അനുഭവിച്ചിട്ടുണ്ട്. റസൂൽ പറഞ്ഞു, ഉറക്കം പോലെയാണ് നിങ്ങളുടെ മരണം, ഉണർച്ച പോലെയാണ് നിങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പ്. അള്ളാഹു നമ്മളെ മരിപ്പിക്കുമ്പോൾ അവസാനത്തെ നിമിഷങ്ങളിൽ നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ കഴിയണം. അങ്ങനെ പറയാൻ കഴിയണം എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതം ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ചു കൊണ്ടുള്ള ജീവിതമാകണം. നാവ് കൊണ്ട് പറയാ എന്നുള്ളത് എളുപ്പമല്ല എന്നതിനാണ് ഞാൻ നിങ്ങളോട് അബൂ ത്വാലിബിനെ പറ്റി പറഞ്ഞത്. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് നാവ് കൊണ്ട് പ്രഖ്യാപിക്കണം. അപ്പം ഞാനും നിങ്ങളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നമ്മൾ ബാങ്ക് കൊടുക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നമസ്കാരത്തിൽ നമ്മുടെ ദിക്റുകളിൽ ഒക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക എന്നത് എളുപ്പമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലിത്തന്നാൽ പോലും ജീവിതത്തിൻ്റെ അവസാനത്തെ സെക്കൻഡുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാനാകൂല എന്ന് പഠിപ്പിക്കുകയാണ് അബൂ ത്വാലിബ് നമ്മളെ. സഹോദരങ്ങളെ, സമാനമായൊരു സന്ദർഭമുണ്ട്. റസൂലുള്ളാഹിക്ക് ഖിദ്മത്ത് ചെയ്തിരുന്ന, പരിചാര ജോലിയൊക്കെ ചെയ്തിരുന്ന ഒരു ജൂത കുടുംബത്തിലെ ഒരു ആൺകുട്ടി, അവന് സുഖമില്ലാതായപ്പോൾ റസൂല് ആ കുട്ടിയെ സന്ദർശിക്കുകയാണ്. ജൂതൻ്റെ വീട്ടിൽ പോയിട്ട് ആ കുട്ടിയെ കാണുകയാണ്. റസൂല് രോഗിയെ സന്ദർശിക്കുകയാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടുത്തെ അവസ്ഥയും കുട്ടീൻ്റെ സാഹചര്യമൊക്കെ കണ്ടപ്പോൾ ആ കുട്ടിയുടെ അവസ്ഥ ഒരു ഇനിയൊന്ന് രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്ത വിധം അങ്ങേ അറ്റത്താണ് എന്ന് തോന്നിയപ്പോൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയോട് ഇതേപോലെ പറയുന്നുണ്ട്, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നുണ്ട് ജൂത കുട്ടിയോട്. ജൂതനായ ഒരു ചെറിയ പയ്യനാണ്, അവനോട് പറയാൻ ഖുൽ. അപ്പം ആ കുട്ടി ഒന്നും മിണ്ടില്ല. റസൂല് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, റസൂലിന് ഇഷ്ടമാണ്. പക്ഷെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇവൻ്റെ വിശ്വാസത്തോടാണല്ലോ, ഇവൻ എന്താ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവൻ അറിയാം. അപ്പോൾ അത് ഒരു ജൂത കുടുംബത്തിലെ ഞാനത് പറയുമ്പോൾ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? എന്തായിരിക്കും? അവൻ്റെ അച്ഛനെ നോക്കി, ആ ജൂതക്കുട്ടി
അവന്റെ വാപ്പാന്റെ, അവന്റെ അച്ഛന്റെ, ജൂതനായ തന്റെ പിതാവിന്റെ മുഖത്തേക്ക് നോക്കി. അയാൾ പറഞ്ഞു മോനോട്, അത്തി അബുൽ ഖാസിം. എന്താ അങ്ങനെ പറഞ്ഞാൽ? അത്തി അബുൽ ഖാസിം, അബുൽ ഖാസിമിനെ അനുസരിച്ചേക്ക് മോനെ. അബുൽ ഖാസിം അള്ളാഹുവിന്റെ റസൂലിന്റെ വിളിപ്പേരാണ്. മുഹമ്മദ് പറയുന്നത് പോലെ ചെയ്തേക്ക് മോനെ എന്ന് മകന് അച്ഛൻ ഒരു ഇഷാറത്ത് കൊടുത്തു. അങ്ങനെ ചെയ്തോളാൻ പറഞ്ഞു. അപ്പൊ ആ കുട്ടി ഷഹാദത്ത് ചൊല്ലി, മുസ്ലിമായി. ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് റസൂൽ പറഞ്ഞപ്പോ അബൂ ത്വാലിബ് ഷഹാദത്ത് ചൊല്ലില്ല. ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞപ്പോ ജൂതപ്പയ്യൻ ഷഹാദത്ത് ചൊല്ലി. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, നീ ഇഷ്ടപ്പെടുന്നവരെ ഹിദായത്തിലാക്കുക എന്നുള്ളത് നിനക്ക് കഴിയില്ല. ആർക്കാ ഈമാൻ ഉണ്ടാകുക? വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്കാണ് ഉണ്ടാവുക. നമ്മുടെ മനസ്സിൽ ഹിദായത്ത് ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനകത്ത് ഹിദായത്ത് ഉണ്ടാകാൻ അള്ളാഹു ഉദ്ദേശിച്ചു. ചെറിയ കാര്യമല്ല. കോടിക്കണക്കിന് മനുഷ്യരുടെ ഇടയിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. കോടാനുകോടി മനുഷ്യർക്കിടയിൽ നിന്ന് എൻ്റെ മനസ്സിനകത്തോ നിങ്ങളുടെ മനസ്സിനകത്തോ ഹിദായത്തുണ്ടാകണം എന്ന് റബ്ബ് തീരുമാനിച്ചതാണ്. റസൂല് തീരുമാനിച്ചിട്ട് അത് നടന്നില്ല. റസൂലിനോട് പറഞ്ഞു നടക്കൂല. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, മുഹമ്മദ് നബിയെ നീ ഇഷ്ടപ്പെടുന്നവരെയൊക്കെ നിന്റെ പാർട്ടിയിൽ ചേർക്കാം എന്ന് കരുതരുത്. അങ്ങനെയല്ലത്. ഒരു സംഘടനയിലേക്ക് മെമ്പർഷിപ്പ് കൊടുത്ത് അവനാന്റെ ആൾക്കാരെയൊക്കെ കൂടി അതിൻ്റെ അങ്ങനെ കൂടെ നിർത്തുക, അതല്ല ഇത്. വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവരുടെ മനസ്സിനകത്ത് അത്ഭുതകരമായി അള്ളാഹു നിക്ഷേപിക്കുന്ന അനുഗ്രഹത്തിന്റെ പേരാണ് ഹിദായത്ത് എന്ന് പറയുന്നത്. അതിങ്ങനെ ഉമ്മയും വാപ്പയൊക്കെ നല്ല പാണ്ഡിത്യമുള്ള വലിയ മൂല്യരായിരുന്നു വാപ്പ, ഉമ്മയും നല്ല നന്നായി പഠിച്ച ഉമ്മയായിരുന്നു. ഓരോ മക്കളായതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഹിദായത്തിൽ പോന്നു. അങ്ങനെ അങ്ങോട്ട് വിചാരിക്കരുത്. അങ്ങനെ കിട്ടൂല, അങ്ങനെ കിട്ടൂല. ഉമ്മയും വാപ്പയും നന്നായത് കൊണ്ട് കിട്ടുകയാണെങ്കിൽ നൂഹ് നബിയുടെ മകന് കിട്ടണം. എല്ലാരും മോശമായതുകൊണ്ട് കിട്ടാതിരിക്കുകയാണെങ്കിൽ ആസിയ ബീവിക്ക് കിട്ടാതിരിക്കണം. ഇതങ്ങനെയല്ല. പരമ്പരാഗതമായി കിട്ടുന്നതോ പരിസരം മുഴുവൻ ദുഷിച്ചതാണ് എന്നതുകൊണ്ട് കിട്ടാതിരിക്കുന്നതോ ആയ ഒന്നല്ല. യഹ്ദീ മൻ യശാ, അല്ലാഹു ഉദ്ദേശിച്ച് തീരുമാനിച്ചിട്ട് യാന്ത്രികമായി യാദർച്ഛികമായി എന്തോ ഞാൻ അതിലൊക്കെ അങ്ങനെ പെട്ടുപോയി, അങ്ങനെയല്ല. ബോധപൂർവമാണ്, റബ്ബിന്റെ തീരുമാനമാണ്. ഹിദായത്ത് അല്ലാഹു നിങ്ങൾക്ക് തന്നതാണ്. ഞാൻ ജാറത്തിലേക്ക് പോകില്ല എന്ന തീരുമാനം റബ്ബിന്റെ അനുഗ്രഹമാണ്. ഞാൻ ദർഗയോട് പ്രാർത്ഥിക്കില്ലെന്ന തീരുമാനം റബ്ബിന്റെ അനുഗ്രഹമാണ്. അല്ലാഹു തന്ന ഹിദായത്താണ്. അയൽപക്കത്തില്ലാത്തത് അടുത്ത വീട്ടിൽ കൊടുക്കുന്നു, വാപ്പക്കില്ലാത്തത് മകന് കൊടുക്കുന്നു, ഭർത്താവിനില്ലാത്തത് ഭാര്യക്ക് കൊടുക്കുന്നു. ഹിദായത്ത് അനുഗ്രഹമാണ്, റബ്ബ് നൽകുന്ന നിഅമത്താണ്. അതുകൊണ്ട് നിങ്ങൾ റബ്ബിനെ സ്തുതിക്കണം, അള്ളാഹുവിനോട് നിങ്ങൾ ഹംദ് പറയണം. നിങ്ങളുടെ വിശ്വാസം മാത്രല്ല, ഈമാൻ മാത്രല്ല. നിസ്കരിക്കുന്നുണ്ടോ? നിസ്കരിക്കുന്നുണ്ടോ? വല്ലാഹി ലൗലല്ലാഹു മഖ്തദൈന, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്. ഏത് സന്ദർഭത്തിലാണെന്നറിയാം? അഹ്സാബിൽ കിടങ്ങ് കുഴിച്ചില്ലേ? കിടങ്ങ് കുഴിക്കുമ്പോ മണ്ണിങ്ങനെ കോരി അത് കൊണ്ടുപോയി ഇടുക. അപ്പൊ റസൂൽ അതിൽ പങ്കാളിയാണ്. സാധാരണ നമ്മളെ സംഘടനാ ലീഡേഴ്സാണ് എല്ലാവരും പണിയെടുക്കുമ്പോൾ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറയാനാണ് നമ്മൾ ഉണ്ടാകുക. ബാക്കിയൊക്കെ നമ്മൾ പ്രവർത്തകർ ചെയ്യണം. അങ്ങനെ നമ്മുടെ ഒരു മൈൻഡ് സെറ്റും നമ്മുടെ ഒരു കാഴ്ചപ്പാടും. ഒരു നേതാവ് ഇറങ്ങിയിട്ട്, നമ്മുടെ ഒരു സംസ്ഥാന പ്രസിഡന്റ് ഇറങ്ങിയിട്ട് ഒരു നാട്ടിൽ പന്തലിന് കുഴി കുഴിച്ച് ഒരു കാല് നാട്ടി അങ്ങനത്തെ ഒരു സംഭവങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കി നമുക്കത് ഉൾക്കൊള്ളാം. നിങ്ങൾ ചെയ്യേണ്ട, അത് നമ്മൾ ചെയ്തോളാം എന്ന് നമ്മൾ പറയും. നമ്മൾ അങ്ങോട്ട് പറയും നിങ്ങളത് ചെയ്യേണ്ട, നമ്മൾ ചെയ്തോളാം. അഹ്സാബിൽ കിടങ്ങ് കുഴിക്കുമ്പോൾ മണ്ണ് കൊണ്ടുപോവുകയാണ്. ഏറ്റി കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ ആരുണ്ട്? മുഹമ്മദ് മുസ്തഫ. പറയും മുഹമ്മദ് മുസ്തഫ. എല്ലാവരും പറയാം. എപ്പോഴെങ്ങൾക്ക് ഇങ്ങനെ ഇടക്കിടക്ക് ആൾക്കാരെ ക്ലാസ്സിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ക്ലാസ്സിൽ നിങ്ങൾ വെറുതെ കേട്ടിരുന്ന ശൈത്താൻ പറയും ഉറങ്ങിക്കോന്ന് പറയും. അപ്പം നിങ്ങൾ ഈ ക്ലാസ്സൊക്കെ നടക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ ക്ലാസ്സിലും അതിലൊക്കെ നിങ്ങൾ ഇടപെടണം. എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ മറുപടിയൊക്കെ പറഞ്ഞ് ഒരു ആക്റ്റീവായിട്ടിരിക്കണം. അപ്പം ഈ പറയുന്ന ആൾക്കാർക്ക് ഒരു ഉഷാറുണ്ടാവും. നിങ്ങൾ മറുപടിയൊക്കെ പറയണം. മുഹമ്മദ് മുസ്തഫ
എല്ലാവരും പറഞ്ഞോന്ന് മുഹമ്മദ് മുസ്തഫ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മണ്ണിങ്ങനെ കൊണ്ടുപോവുകയാണ്. ആ സമയത്ത് റസൂൽ പറഞ്ഞ എന്താ അറിയോ? വല്ലാഹി, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ലൗലല്ലാഹു മഹ്തദൈനാ, അള്ളാഹ് ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മളാരും ഹിദായത്തിലാകുമായിരുന്നില്ല. എങ്ങനെ ഹിദായത്തിലായത്? ആൾക്കാർ പറയും ഒരു 10 കൊല്ലം ഷാർജി പോയി നിന്നുകൊണ്ട് ആകെ കിട്ടിയ കാര്യം എന്താ വെച്ചാൽ തൗഹീദി പ്രസ്ഥാനത്തിൽ വന്നുപെട്ടു, ഒരു ഭാഗ്യമാണ് എന്ന് പറയും. അത് അള്ളാന്റെ ഉദ്ദേശമാണ്, അള്ളാന്റെ തീരുമാനമാണ്. വിദേശത്ത് പോയി 10-40 കൊല്ലം നിന്നിട്ട് ഒന്നും സമ്പാദിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ശിർക്ക് ബിദ്അത്തുകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു. അങ്ങനെ പറയുന്ന 10,000-കണക്കിന് ആൾക്കാരെ ഞങ്ങൾ കേരളത്തിൽ കണ്ടുമുട്ടു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ഇസ്ലാഹി സെന്ററിന്റെ ഒരു ക്ലാസ്സിന് ഒരു വെള്ളിയാഴ്ച അങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ റൂമത്തെ 2-3 ആൾക്കാർ പോവുകയാണ്. എന്നാൽ വെറുതെ ഇരിക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനും പോയതാണ്. ഞാൻ ഇതിനോടൊക്കെ ഭയങ്കര വെറുപ്പും വിരോധമുള്ള ആളായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന ഉസ്താദിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര സ്നേഹമാണ് ഇപ്പോ എന്ന് പറയും. ഈ പ്രസ്ഥാനത്തോട് ഭയങ്കര ഇഷ്ടവും സ്നേഹം. അത് എവിടുന്നാണ് ഉണ്ടാകുന്നത്? ഹബ്ബബ ഇലൈക്കുമുൽ ഈമാന വസയ്യനഹു ഫീ ഖുലൂബിക്കും. അല്ലാഹ് ഉണ്ടാക്കി തരികയാണ് നിങ്ങൾക്ക് ഹിദായത്ത്, അല്ലാഹ് തരികയാണ്. അതിനുള്ള അവസരങ്ങളും കാരണങ്ങളും സാഹചര്യങ്ങളൊക്കെ റബ്ബ് തരികയാണ്. ആർക്കില്ലാത്തത്? അബൂ ത്വാലിബ് ഉൾപ്പെടെ ലക്ഷോപലക്ഷം മനുഷ്യർക്ക് ഇല്ലാത്തത്, നൂഹ് നബിയുടെ മകനില്ലാത്തത്, ഇബ്രാഹിം നബിന്റെ ഉപ്പാക്കില്ലാത്തത്, അള്ളാന്റെ റസൂലിന്റെ ഉമ്മാക്കും ഉപ്പാക്കും കിട്ടാത്തത്. ശരിക്കും നമ്മൾ ചിന്തിക്കണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കും കിട്ടാത്തത്. ഇസ്തഇദൻതു ലിറബ്ബി ലിഅൻ അസ്തഗ്ഫിറ ലിഉമ്മി. റസൂൽ പറയാണ്, സ്വർഗവും നരകവും ഒക്കെ എങ്ങനെ ആലോചിച്ചപ്പോ എൻ്റെ ഉമ്മാനെ പറ്റി ചിന്തിച്ചു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ പലരുടെയും ഉമ്മമാർ മരണപ്പെട്ടു പോയിട്ടുണ്ട്, അള്ളാഹു സ്വർഗം നൽകട്ടെ. നമ്മുടെ പലരുടെയും വാപ്പമാർ മരിച്ചിട്ടുണ്ട്, അള്ളാഹു സ്വർഗത്തിൽ വെച്ച് അവരെ കണ്ടുമുട്ടാൻ നമ്മളെയും അവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സ്വർഗനരകങ്ങളൊക്കെ കേട്ടപ്പോ, സ്വർഗനരകങ്ങളെ കുറിച്ചൊക്കെ ചിന്തിച്ചപ്പോ, ഞാൻ എന്റെ റബ്ബിനോട് അനുവാദം ചോദിച്ചു, എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കട്ടെയോ? റസൂൽ ചോദിക്കുകയാണ്, എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ എന്ന് ഞാൻ പ്രാർത്ഥിക്കട്ടെയോ എന്ന് ഞാൻ റബ്ബിനോട് അനുവാദം ചോദിച്ചു. ഫലം യഗ്ദൻലി, എനിക്കതിന് അനുവാദം കിട്ടിയില്ല. ഞാൻ എൻ്റെ സംസാരം കഴിഞ്ഞാൽ ഒരു ചോദ്യം ചോദിക്കും. അപ്പൊ ആ ചോദ്യത്തിന് ഉത്തരം പറയുന്ന ആൾക്ക് ഫൈസൽ ബാബു 100 രൂപ സമ്മാനം തരും ഇൻഷാ അല്ലാഹ്. ഇസ്തഇദൻതു ലിറബ്ബി ലിഅൻ അസ്തഗ്ഫിറ ലിഉമ്മി. റസൂൽ പറയാണ്, ഞാൻ എൻ്റെ റബ്ബിനോട് പാപമോചന പ്രാർത്ഥന, ഉമ്മാക്ക് വേണ്ടി പുറത്തു തരണേന്ന് ഞാൻ ഫലം യഗ്ദൻലി, എനിക്കതിന് അനുവാദം കിട്ടിയില്ല എന്ന് പറയാൻ എൻ്റെ അർത്ഥം എന്താ അറിയോ? അവിശ്വാസികൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ പാടില്ല. ഇബ്രാഹിം നബിന്റെ വിഷയത്തിലാണത് പറഞ്ഞ പരിശുദ്ധ ഖുർആൻ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞില്ല, എൻ്റെ വാപ്പാനോട് വാപ്പ ഭയങ്കര ദേഷ്യപ്പെട്ട് ആട്ടി പുറത്താക്കി, വീട്ടിൽ നിന്ന് പുറത്താക്കുമ്പോൾ ഇബ്രാഹിം നബി ഉപ്പാനോട് പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ പറഞ്ഞേ? ഖാല സലാമുൻ അലൈക്ക്. ഇബ്രാഹിം നബി പറയാണ്, വാപ്പയാണ് അവിടെ ഒരു ഭയങ്കര മോശമായി പെരുമാറുന്നത്, വീട്ടിൽ നിന്ന് ആട്ടി പുറത്താക്കുന്നത്. അർജുമന്നക്ക, കല്ലെറിഞ്ഞ് ഓടിക്കും, വിട്ടുപോയിക്കോ, ആ വാക്ക് പ്രയോഗിക്കുന്ന വാപ്പയാണ്. തിരിച്ചെന്താ ഇബ്രാഹിം നബി പറഞ്ഞത്? സലാമുൻ അലൈക്ക്, അള്ളാഹിൻ്റെ അടുക്കൽ നിന്നുള്ള സമാധാനം ഉണ്ടാകട്ടെ. സഅസ്തഗ്ഫിറു ലക റബ്ബി, വാക്ക് കൊടുക്കണം, എൻ്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ എന്ന് ഞാൻ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അല്ല വേറെ നിവൃത്തിൻ്റെ അടുത്തില്ല. സഅസ്തഗ്ഫിറു ലക റബ്ബി. പക്ഷേ സൂറത്ത് തൗബയിൽ 9-ാം അധ്യായം സൂറത്ത് തൗബയിൽ കാണാം, ആ വാഗ്ദാനം നിറവേറ്റാൻ പാടില്ല, വാപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല. ഇസ്തിഗ്ഫാറിന്റെ കാര്യാട്ടോ. എൻ്റെ ഉപ്പാന്റെ രോഗം മാറ്റണേ, ഏത് വിശ്വാസത്തെപ്പെട്ട ആളാണെങ്കിലും എൻ്റെ ഉപ്പാന്റെ രോഗം മാറ്റണേ, എൻ്റെ ഉപ്പാക്ക് ഹിദായത്ത് കൊടുക്കണേ, ഇതൊക്കെ പ്രാർത്ഥിക്കാം. ഇസ്തിഗ്ഫാർ, പുറത്തു കൊടുക്കണേ എന്ന് പറയുന്ന പ്രാർത്ഥന, ഇസ്തഇദൻതു ലിറബ്ബി ലിഅൻ അസ്തഗ്ഫിറ ലിഉമ്മി ഫലം യഅ്ദൻലി. റസൂൽ പറഞ്ഞു, എൻ്റെ ഉമ്മാക്ക് പ്രാർത്ഥിക്കട്ടെ, എനിക്ക് അനുവാദം കിട്ടിയില്ല. ഒരാൾ വന്നിട്ട് ചോദിച്ചു, എൻ്റെ ഉപ്പാന്റെ അവസ്ഥ എന്താണ്? റസൂൽ അയാളോട് പറഞ്ഞു, വഹയുണ്ടല്ലോ റസൂലിന്. അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഫിന്നാർ, നരകാവകാശിയാണ്. അയാൾ സങ്കടത്തോടെ വിഷമിച്ച് വേദനയോടെ തിരിച്ചു പോകുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആ മനുഷ്യനെ തിരിച്ചു വിളിച്ചിട്ട് റസൂൽ പറയുന്നൊരു വാക്കുണ്ട്, അബി, ഞാൻ അതിൻ്റെ അർത്ഥം പറയുന്നില്ല,
നിങ്ങൾ ചിന്തിച്ചാൽ മതി. അബീ വ അബാക്ക ഫിന്നാർ, അബീ വ അബാക്ക ഫിന്നാർ. ആ മനുഷ്യനോട് റസൂൽ പറയുക, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ ഗൗരവം നമുക്ക് അറിയണ്ടേ, അതിൻ്റെ മഹത്വം മനസ്സിലാകണ്ടേ, അതിൻ്റെ പ്രാധാന്യം മനസ്സിലാകണ്ടേ, അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റണ്ടേ, അത് നമ്മൾ അനുഭവിക്കണ്ടേ. അള്ളാഹ് നമുക്ക് ഹിദായത്ത് തന്നു. അതുകൊണ്ടാണ് അള്ളാഹ് നമുക്ക് ഹിദായത്ത് തന്നില്ലെങ്കിൽ വലാ സുംനാ വലാ സ്വല്ലൈനാ, നമ്മൾ നോമ്പെടുക്കൂല, നിസ്കരിക്കൂല. നോമ്പും നിസ്കാരമൊക്കെ എങ്ങനെയാണ് ജീവിതത്തിൽ ഉണ്ടായത്? അള്ളാഹ് അനുഗ്രഹിച്ചത് കൊണ്ടുണ്ടായതാണ്. നിസ്കരിക്കാത്തതും നോമ്പെടുക്കാത്തതും റബ്ബിൻ്റെ അടുക്കുന്ന ഹിദായത്ത് കിട്ടാത്തതുകൊണ്ടാണ്. നമ്മൾ പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ടും വാപ്പ നേരാകാത്തതുകൊണ്ടും ഉമ്മ നേരാകാത്തതുകൊണ്ടൊന്നല്ല, ഹിദായത്ത് കിട്ടാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളിൽ ഹിദായത്ത് ഉണ്ടാകണം, നമ്മുടെ കുടുംബത്തിൽ ഹിദായത്ത് ഉണ്ടാകണം, നമ്മളിൽ ഹിദായത്ത് ഉണ്ടാകണം. ഹിദായത്തിനെ നമ്മൾ ഇഷ്ടപ്പെടണം, ദീനിനെ നമ്മൾ ഇഷ്ടപ്പെടണം, ഈമാനിനോട് നമുക്ക് ഇഷ്ടം ഉണ്ടാകണം. നമ്മളത് വലിയ അനുഭൂതിയായി, വലിയ ആഗ്രഹമായി നമ്മൾ കൊണ്ടു നടക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, യാ മുഖല്ലിബൽ ഖുലൂബ്. ഇപ്പോഴുള്ള അവസ്ഥ മാറും. ഈമാനിൻ്റെ കാര്യത്തിൽ തന്നെ ചില സമയത്ത് നമുക്ക് ഈമാൻ കൂടും, ചിലപ്പോൾ ഈമാൻ കുറയും. എല്ലാ ദിവസവും സുബഹിക്ക് ജമാഅത്തിന് പള്ളിയിലെത്തണം എന്ന് നമ്മൾ നിർബന്ധം കാണിക്കും. നമ്മളെ മനസ്സിൽ തന്നെ നമ്മളിങ്ങോട്ട് തീരുമാനം എടുക്കും, എവിടെ പോയാലും സുബൈ ജമാഅത്തിന് ഒരു പള്ളിയിൽ പോയി സുബൈ നിസ്കരിക്കണം ഇത് നമ്മൾ ആഗ്രഹിക്കും. സ്ത്രീകൾ ചിലപ്പോൾ പറയും, പള്ളിയിൽ എപ്പോഴാണോ സുബൈ നടക്കുന്നത് അതേ സമയത്ത് തന്നെ എണീച്ച് ഒതുവെടുത്തിട്ട് വീട്ടിൽ സുബൈ നിസ്കരിക്കണം. വീട്ടിൽ നിന്നാണെങ്കിലും പള്ളിയിൽ നടക്കുന്ന അതേ സമയത്ത് നിസ്കാരത്തിൻ്റെ സമയത്ത് എണീച്ച് നിസ്കരിക്കണം. അസറിൻ്റെ സമയത്ത് വീട്ടിലാണെങ്കിലും നിസ്കരിക്കണം. അങ്ങനെ നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കും. ചില സമയത്ത് നമ്മൾ ഇട്ടുവിടും, പറ്റ താഴെ പോകും, ഈമാൻ കുറഞ്ഞിങ്ങനെ സൂക്ഷിച്ച് ദുർബലപ്പെട്ട് പോകും. റസൂൽ പറഞ്ഞില്ലേ, ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഹറാമായൊരു കാര്യം ചെയ്യുക അയാൾക്ക് ഈമാൻ ഉണ്ടാകുക? രണ്ടും കൂടി ഉണ്ടാവില്ല. ഒരാൾ ഹറാം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മളിൽ നിന്ന് ഈമാൻ പുറത്തേക്കാണ് മാറി നിൽക്കും. ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. അനാവശ്യ ചിന്തയോടെ നമ്മളൊരു വീട്ടിലൊരു പെണ്ണിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ പെണ്ണിൻ്റെയും ആണിൻ്റെയും ശരീരത്തിൽ മനസ്സിൽ ഈമാൻ ഉണ്ടാകുക, അവർ തെറ്റുദ്ദേശിക്കുകയും ചെയ്യുക, രണ്ടും കൂടെ സംഭവിക്കൂല. ലാ യസ്നി സാനി, സിനയോട് നിങ്ങൾ അടുക്കുകയില്ല, ഹീന യസ്നി വഹുവ മുഅ്മിൻ. ലാ യശ്രിബുൽ ഖംറ, നിങ്ങൾക്ക് കള്ളുടിക്കാൻ നിഷിദ്ധമാക്കിയത് ഹറാമാക്കിയതൊന്നും ചെയ്യാൻ കഴിയില്ല. ഈമാൻ ഉണ്ടാകുക, ഹറാം ഉണ്ടാകുക, രണ്ടും കൂടെ സംഭവിക്കൂല. ഹറാം ഉണ്ടായാൽ ഈമാൻ പോയിട്ടുണ്ടാകും, ഈമാൻ ഉണ്ടെങ്കിൽ ഹറാമെന്ന് വിട്ടു നിൽക്കും. ഹറാം സംഭവിക്കുന്നുണ്ടോ? നെഞ്ചത്തേക്ക് കൈവെക്ക്, ചൂണ്ടുവരൽ അവനവൻ്റെ നേരെ ചൂണ്ട്. ഹറാം സംഭവിക്കുന്നുണ്ടോ ജീവിതത്തിൽ? സ്വകാര്യങ്ങളിൽ, രഹസ്യങ്ങളിൽ, ഇരുട്ടുകളിൽ, രാത്രികളിൽ ആരോടും പങ്കുവെക്കാത്ത അവനവൻ്റെതായ സ്വകാര്യങ്ങളിൽ ആണും പെണ്ണും, സ്ത്രീകളും പുരുഷന്മാരും ഹറാമുകൾ സംഭവിക്കുന്നുണ്ടോ? ഈമാൻ ഉണ്ടെങ്കിലും ഹറാമ് സംഭവിക്കും. പക്ഷേ ഈമാൻ ഉണ്ടായും കൊണ്ട് ഒരാൾ ഹറാമ് ചെയ്യൂല. ഈമാനുള്ള ഒരാൾക്ക് ഹറാമ് സംഭവിക്കും, ഹറാമ് പോയിപ്പെടും. പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളിൽ, അനാവശ്യങ്ങളിൽ അതിലിങ്ങനെ പെട്ടുപോകുന്ന സാഹചര്യം ആണിനും പെണ്ണിനും വരും. റസൂൽ പറഞ്ഞില്ലേ, നിങ്ങൾ ഒരിക്കലും ഒരു അന്യ സ്ത്രീയും പുരുഷനും തനിച്ചാകരുത്. റസൂൽ പറയാൻ, ലാ യഖ്ലുവന്ന റജുലുൻ ബിഇംറഅ, തനിച്ച് നിങ്ങളൊരു പെണ്ണിൻ്റെ കൂടെ ഒരു ഭാഗത്ത് ഒറ്റപ്പെട്ട്, ഒരു ഭാഗത്ത് ഒരു യാത്രയിൽ, ഒരു വീട്ടിൽ ഒരു തെറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങളൊരു പെണ്ണിൻ്റെ കൂടെ തനിച്ചാകരുത്. തെറ്റ് ചെയ്യരുത്, നിങ്ങൾ വ്യഭിചരിക്കരുത്, നിങ്ങളൊരു പെണ്ണിനെ പോയി തുടരുത് എന്ന്. ലാ യഖ്ലുവന്ന എന്ന് പറഞ്ഞാൽ പെണ്ണിനെ തുടരുത് എന്നല്ല, ആണിനെ നിങ്ങൾ ആഗ്രഹിക്കരുത് എന്നല്ല, നിങ്ങൾ ഒരു തെറ്റിനെ കുറിച്ച് ചിന്തിക്കരുത് എന്നല്ല. ഒരു തെറ്റിനെ കുറിച്ച് ചിന്തിക്കാവുന്ന, ഒരു പെണ്ണിനെ തൊടാവുന്ന, ഒരാണിനെ ആഗ്രഹിക്കാവുന്ന ഒരു സന്ദർഭം ഉണ്ടാകരുത്. അതാണ് ലാ യഖ്ലുവന്ന, തനിച്ചാകരുത്. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, ഭർത്തൃ കുടുംബത്തിൽപ്പെട്ടവരാണെങ്കിലോ? ഒരു പെണ്ണിൻ്റെ അടുത്ത് അവളുടെ ഭർത്താവിൻ്റെ അനുജൻ വരിക, ഒറ്റയ്ക്കൊരു വീട്ടിൽ ഒരു സ്ത്രീ ഉള്ളപ്പോൾ
ഭർത്താവിൻ്റെ അനിയൻ ആ വീട്ടിലേക്ക് വരിക, നാട്ടുകാർക്കോ കുടുംബക്കാർക്കോ അയലോക്കക്കാർക്കോ ആർക്കോ സംശയങ്ങളോ പ്രശ്നങ്ങളോ എന്തുണ്ടാവും? ഒന്നും ഉണ്ടാവില്ല. അതിൻ്റെ വിധി എന്താണ്? ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ വരിക, അതിൻ്റെ വിധി എന്താണ്? അങ്ങനെ കുടുംബത്തിൽപ്പെട്ടവർ അവിടേക്ക് കയറി വരിക, ആണും പെണ്ണും കുടുംബത്തിൽപ്പെട്ടവർ തനിച്ചാവുക, അതിൻ്റെ വിധി എന്താണ്? അതിനെപ്പറ്റി എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പ്രയോഗിച്ച പദം ഞാൻ പറയാം. അതിൽ നിന്ന് അതിൻ്റെ എല്ലാ അപകടവും അതിൻ്റെ എല്ലാ ഗൗരവവും എത്രമാത്രം അതിൽ സൂക്ഷിക്കണം എന്നും നമ്മൾ മനസ്സിലാക്കണം. അത് പാടില്ല എന്ന് പറയാൻ പറ്റുമോ? ഇത്താത്ത ഉള്ളിടത്തേക്ക്, ഇക്കാക്കാൻ്റെ ഭാര്യ ഉള്ളിടത്തേക്ക് എനിക്ക് കയറി ചെല്ലാൻ പാടില്ല എന്ന് മതത്തിൻ്റെ നിയമം പറയാൻ പറ്റുമോ? റസൂൽ അവിടെ പ്രയോഗിച്ചത് ആ സാഹചര്യത്തിന് റസൂൽ ഒരു പേര് കൊടുത്തു. അല്ലാണ്ട് റസൂൽ പറഞ്ഞു മരണതുല്യമാണത്. അങ്ങനെ റസൂൽ പറഞ്ഞോളൂ. അതിൻ്റെ എന്താണോ മനസ്സിലാക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കുക. ആ സാഹചര്യം ഉണ്ടല്ലോ, മരിക്കുകയാണ് അതിനേക്കാൾ നല്ലത്, അല്ലെങ്കിൽ മരണതുല്യമാണത് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ റസൂൽ അങ്ങനെ പ്രയോഗിച്ചു. അവിടേക്കൊക്കെ ഞാൻ പറഞ്ഞെത്തിയത്, ഈമാൻ ഉണ്ടായിക്കൊണ്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യൂല, ഹറാമിൽ പോകൂല. അതുകൊണ്ട് നമ്മളെപ്പോഴും ഈമാൻ നിലനിന്ന് കിട്ടാൻ വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. ഈമാൻ നിലനിന്ന് കിട്ടുക. അല്ലാഹുമ്മ സബ്ബിത്ത് ഖുലൂബന, അല്ലാഹുവേ ഞങ്ങളുടെ കൽബുകളെ നീ ഉറപ്പിച്ചു നിർത്തണേ. അല്ലാഹുവേ കൽബുകളെ നീ ഉറപ്പിച്ചു നിർത്തണേ. അലാ ദീനിക്, നിന്റെ ദീനിൽ തന്നെ എൻ്റെ കൽബിനെ ഉറപ്പിച്ചു നിർത്തണേ. സബ്ബിത്ത് ഖൽബി അലാ ദീനിക്. റസൂല് പ്രാർത്ഥിക്കും. എല്ലാം ഇപ്പോഴും ഒരേ മനസ്സല്ല ഉണ്ടാവുക, ഇതിനിങ്ങനെ ചാഞ്ചാട്ടുണ്ടാവും. അൽ ഈമാനു യസീദു വയൻഖുസു. ഈമാൻ ചില സമയത്ത് വല്ലാതെ കൂടുകയും ചെയ്യും, ചില സമയത്ത് ഈമാൻ കുറയുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ യാ മുഖല്ലിബൽ ഖുലൂബ്, മനസ്സുകളെ മാറ്റിമറിക്കുന്നവനായ റബ്ബേ, സബ്ബിത്ത് ഖൽബി അലാ ദീനിക്. നിങ്ങളിങ്ങനെ പറയണം, പഠിച്ചവനോട് നിങ്ങളിത് ചോദിക്കണം, അള്ളാഹിനോട് നിങ്ങളിത് പ്രാർത്ഥിക്കണം. നിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ എൻ്റെ കൽബിനെ ഉറപ്പിച്ച് നിർത്തണേ എന്ന് നിങ്ങൾ പറയണം. അള്ളാഹിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോഴാണ് അള്ളാഹു നിങ്ങളെ സഹായിക്കുക. അങ്ങനെയാണ് അള്ളാഹു നമുക്ക് ഹിദായത്ത് നൽകുക. അങ്ങനെയാണ് അള്ളാഹു നമ്മളെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഉറപ്പിച്ച് നിർത്തുക. നമ്മൾ തെറ്റിയാലോ നമ്മളായിട്ട് ഇങ്ങനെ തെറ്റാൻ നമുക്കറിയാം, അത് പാടില്ലാത്ത റൂട്ടാണ്, ആ വഴിക്ക് പോകാൻ പാടില്ല, ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞിട്ട് തന്നെ അങ്ങനെ തന്നെ നമ്മളിങ്ങനെ പോകുക. ഫലമ്മാ സാഉ അസാ അല്ലാഹു ഖുലൂബഹും. തെറ്റിയാൽ ആ തെറ്റിയ റൂട്ടിൽ കൂടെ തന്നെ ബോധപൂർവ്വം അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ അള്ളാഹു അങ്ങനെ തന്നെ പറഞ്ഞു വിടുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്കേറ്റവും പ്രിയപ്പെട്ടതായി നമ്മുടെ ദീൻ മാറുന്ന, നമ്മുടെ വിശ്വാസം മാറുന്ന, നമ്മുടെ ഈമാന് മാറുന്ന, അചഞ്ചലമായ തൗഹീദിൽ അടിയുറച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാകണം. ഈമാൻ ശരിക്കുണ്ടായാൽ, നമ്മുടെ മനസ്സിനകത്ത് നമുക്ക് ഈമാൻ ശരിക്കുണ്ടായാൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളയായി മാറും, അള്ളാഹുവിൻ്റെ തീരുമാനമായി മാറും. അള്ളയാണ് ഏറ്റവും വലുത് എന്ന് നമ്മൾ പറയുന്നില്ല, അക്ഷരാർത്ഥത്തിൽ അങ്ങനെ ആകും. എന്തു വേണം? ഈമാൻ വേണ്ട രൂപത്തിൽ മനസ്സിൻ്റെ ഉള്ളിലേക്ക് തട്ടി നമ്മളെ സ്വാധീനിക്കണം. കാലത്തിൽ അഅ്റാബു ആമന്ന, അഅ്റാബികൾ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്കൊക്കെ ഈമാനുണ്ട് എന്ന് പറഞ്ഞു, ഞങ്ങളൊക്കെ മുഅ്മിനീങ്ങളാണ് എന്ന് പറഞ്ഞു. ഈ ഗനീമത്ത് സ്വത്ത് വീതം വെക്കുമ്പോൾ, യുദ്ധാർജിത സ്വത്തുണ്ടല്ലോ, യുദ്ധത്തിൽ കിട്ടിയ വിഭവങ്ങളൊക്കെ വീതം വെക്കുമ്പോൾ അഅ്റാബികളായ കുറേ ആളുകൾ, അവർക്ക് ശരിക്കും അവർ മുഅ്മിനീങ്ങളല്ല, അവർ കുറച്ച് ആൾക്കാർ കയറി വന്നിട്ട് റസൂലിനോട് പറഞ്ഞു ഖാലത്തിൽ അഗ്റാബു, അഗ്റാബികൾ വന്നിട്ട് പറഞ്ഞു ആമന്ന, ഞങ്ങളും മുഅ്മിനീങ്ങളാണ് നബിയെ, ഞങ്ങൾക്കും ഇതിൻ്റെ വിഹിതം വേണ്ടേ, ഒരു ഷെയർ ഞങ്ങൾക്ക് തരണ്ടേ, ഞങ്ങൾ മുഅ്മിനീങ്ങളാണ്. ഖുർആൻ പറയണ നബി അവരോട് മറുപടി കൊടുക്കുക, അവർക്ക് പറഞ്ഞു കൊടുക്കുക, അവർക്ക് അറിയാനിട്ടാണ്. അവരോട് എന്താ പറയേണ്ടത്? ഖുൽ, നബി അവരോട് പറയുക, ലൻ തുഅ്മിനു, നിങ്ങൾക്ക് ഈമാനില്ല, വലാകിൻ ഖൂലു അസ്ലംനാ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പറയാം. അപ്പോൾ എല്ലാ മുസ്ലിമും മുഅ്മിനല്ല, എല്ലാ മുഅ്മിനീങ്ങളും മുസ്ലിങ്ങളാണ്. നമ്മളതിൻ്റെ ശരിക്കും വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. ഇത് നിങ്ങളൊരു പഠന ക്യാമ്പ് എന്നാണ് വെച്ചത്, ഇത് അങ്ങാടിയിൽ നിന്ന് വയല് പറഞ്ഞു പോവുകയല്ല. നിങ്ങളിത് ശരിക്കും പഠിക്കണത് എല്ലാ മുസ്ലിമും മുഅ്മിനീങ്ങളാണ്. ആണോ? എല്ലാ മുഅ്മിനീങ്ങളും മുസ്ലിങ്ങളാണ്, പക്ഷെ എല്ലാ മുസ്ലിങ്ങളും മുഅ്മിനീങ്ങളല്ല. ഇസ്ലാം ഉണ്ട് എന്ന് പറയാം, ഈമാൻ ഉണ്ട് നിങ്ങൾ പറയല്ലേ. വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും, നാവിലേ നിങ്ങളുടെ ഈമാനുള്ളൂ, നിങ്ങളുടെ മനസ്സിനകത്ത് ഈമാൻ കയറിയിട്ടില്ല. അതാ ഖുർആൻ അതിന് കാരണം പറഞ്ഞ്
വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും, നാവ് കൊണ്ട് പ്രഖ്യാപിക്കാം ഞാൻ മുഅ്മിനാണ്, എനിക്ക് ഈമാനുണ്ട്, ഞാനും വിശ്വാസിയാണ് എന്ന് നിങ്ങൾക്ക് പറയാം. ഹൃദയത്തിനകത്തുണ്ടോ? അവിടെയാണ് വിഷയം. അതാണ് ഖുർആൻ ചോദിക്കുന്നത്. അതുകൊണ്ട് അറാബികളോട് പറയും, നിങ്ങൾ മുഅ്മിനാന്ന് പറയണ്ട, നിങ്ങൾ എന്ത് പറഞ്ഞാൽ മതി, ഞങ്ങൾ മുസ്ലിങ്ങളാണ്. മുഹമ്മദ് നബി പറയുന്നതിനനുസരിച്ച് മുഹമ്മദ് നബിക്ക് കീഴ്പ്പെട്ട് മുഹമ്മദ് നബിയുടെ കൂടെ പറയുന്നത് സമീന വാത്തീന, കേട്ടു അനുസരിച്ചൊക്കെ ഞങ്ങളങ്ങനെ കൂടെ നിൽക്കാം എന്ന് പറയാം. നിങ്ങൾക്ക് മുഅ്മിനാണ് എന്ന് പറയുമ്പോൾ അത് വേറൊരു ദറജയാണ്. ഞാനൊരു മുഅ്മിനാണ് എന്ന് പറയുന്നത് വേറൊരു പദവിയാണ്. നിങ്ങൾക്കത് എത്തിയിട്ടില്ല. അതെത്തണമെങ്കിൽ ഈമാൻ എന്ന് പറയുന്നത് നിങ്ങളുടെ നാവിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈമാൻ എത്തുമ്പോഴേ നിങ്ങൾ അങ്ങനെ പറയാവൂ, ഞാനൊരു മുഅ്മിനാണ്, ഞാനൊരു മുഅ്മിനാണ്. നമ്മളെ ആരെങ്കിലും ഒരാൾ ഒരു മുനാഫിക്കാണെന്ന് പറഞ്ഞാൽ നമുക്കത് വേദനിപ്പിക്കും. നമ്മളെ ചൂണ്ടിയിട്ട് ഒരാൾ പറയാം നിങ്ങളൊരു മുനാഫിക്കാണ് എന്ന് പറഞ്ഞാൽ നമുക്കത് വേദന ഉണ്ടാക്കും. നമ്മളാരും അങ്ങനെ ഒരു പേരിന് ഇഷ്ടപ്പെടുന്നില്ല. നമ്മുടെ വിശ്വാസത്തിൽ നിഫാഖ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആരൊക്കെ ബേജാറില്ലാതിരിക്കുക, ആരൊക്കെ വേദന ഇല്ലാതിരിക്കുക, ആരെ സങ്കടപ്പെടാതിരിക്കുക. പക്ഷെ ഈമാൻ ഇല്ലെങ്കിൽ പിന്നെ അവിടെ വരിക നിഫാഖാണ് വരിക. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സുകൾക്കകത്ത് ഈമാൻ ഉണ്ടാണ്. എങ്ങനെ മനസ്സിൻ്റെ ഉള്ളിൽ ഈമാനുണ്ടോ അതെങ്ങനെ മനസ്സിലാക്കുക? ഇപ്പം നമ്മളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് ഈമാൻ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്, മുഅ്മിനീങ്ങളാണ്. ഇങ്ങനെ മനസ്സിൽ ഈമാൻ ഉണ്ടോ അതോ നമ്മുടെ നാവിലുള്ളോ ഈമാൻ, അതെങ്ങനെ തിരിച്ചറിയുക? ഹസനുൽ ബസ്രി റഹിമഹുല്ല താബികളുടെ കൂട്ടത്തിലെ വളരെ അഗ്രേസരനായ ഒരു വലിയ പണ്ഡിതനാണ് ഹസനുൽ ബസ്രി. അദ്ദേഹം പറയാണ് ലൈസൽ ഈമാനു ബിത്തമന്നി വലാ ബിത്തഹല്ലി, എന്തെങ്കിലും ഇങ്ങനെ എടുത്തണിയാവുന്ന ഒന്നല്ല ഈമാൻ. ഇങ്ങനെ നമുക്കിങ്ങനെ കഴുത്തിലിടാവുന്ന, കെട്ടിത്തൂക്കാവുന്ന, കുപ്പായിട്ടാൽ കിട്ടുന്ന, നമ്മളെന്തെങ്കിലും ഇങ്ങനെ നന്നായിട്ട് താടി നീട്ടി വളർത്തിയാൽ കിട്ടുന്ന, രൂപം കൊണ്ടും വേഷം കൊണ്ടും പൂതി കൊണ്ടും വലാബിത്തമന്നി ആഗ്രഹം കൊണ്ടും കിട്ടുന്ന ഒന്നല്ല ഈമാൻ. ഈമാൻ ഉണ്ടാകണം, മുഅ്മിനാകണം, മുഅ്മിനായി മരിക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കും. ഈമാൻ കൊണ്ട് ഈമാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ആഗ്രഹം കൊണ്ട് കിട്ടൂല. വലാക്കിൻ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറയാണ് വലാക്കിൻ മാ വഖറ ഫിൽ ഖൽബ്. നമ്മൾ ഈ കല്ലിലിങ്ങനെ എന്തുണ്ടെങ്കിലും കൊത്തി എഴുതൂലേ, കല്ലിൽ കൊത്തി എഴുതൂലേ, മാ വഖറ ഫിൽ ഖൽബ്, നിങ്ങളുടെ ഹൃദയത്തിൽ കൊത്തി അടയാളപ്പെടുത്തേണ്ടതാണ് ഈമാൻ എന്ന് പറയുന്നത്. അപ്പോൾ കൊത്തി അടയാളപ്പെടുത്തിയാൽ അതെങ്ങനെ മനസ്സിലാവുക? വസ്വദ്ദഖഹുൽ അമൽ, നിങ്ങളുടെ അമല് അതിനെ സാക്ഷ്യപ്പെടുത്തും. നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനവും നിങ്ങളുടെ മനസ്സിനകത്തുള്ള ഈമാനിൻ്റെ അളവാണ് കാണിക്കുക. സുബഹിക്ക് പള്ളിയിലെത്തുന്നത് ഈമാനിൻ്റെ അളവാണ്, പള്ളിയിലെത്താത്തത് ഈമാനിൻ്റെ അളവാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിങ്ങൾ ഹറാമു ഹലാല് നോക്കുന്നത് നിങ്ങളുടെ ഈമാനിൻ്റെ അളവ് സ്വദ്ദഖഹുൽ അമൽ. ഈമാൻ എത്ര ഉണ്ടെന്ന് എൻ്റെ ഈമാൻ അളക്കാൻ എനിക്കാ കഴിയുക. എൻ്റെ ഈമാൻ ഞാനാണ് അളക്കുക, എനിക്കാണ് അളക്കാൻ കഴിയുക. നമ്മളിങ്ങനെ വേറൊരാളെ നോക്കിയിട്ട് അയാൾ ഭയങ്കര ഭക്തനാണ്, അയാൾക്ക് തീരെ ദീനില്ല, നമ്മളങ്ങനെ വിലയിരുത്തേണ്ട. എനിക്കാണ് എൻ്റെ ഈമാൻ അളക്കാൻ കഴിയുക. നല്ല ഒരു കന്തൂറൊക്കെ ഇട്ടിട്ട് നല്ല താടിയൊക്കെ ഇതാക്കി നല്ല അത്തറൊക്കെ പൂശി വളരെ സുമുഖനായി ഇങ്ങനെ കയറി വന്നപ്പോൾ നല്ല ഈമാനുള്ളൊരു മനുഷ്യൻ, നല്ല ഈമാനുള്ളൊരു മനുഷ്യൻ അങ്ങനെ നമ്മൾ പറയാം. പുറം കണ്ട്, മോടി കണ്ട്, ജാട കണ്ട്, താടി കണ്ട് തീരുമാനിക്കുന്നതാണ് നമ്മുടെ കൂട്ടത്തിലെ ഈമാൻ എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ താടി വടിച്ച് അയാൾക്ക് ഈമാനില്ല, താടി വെട്ടി കുറച്ച് അയാൾക്കൊന്നും ദീനില്ലാന്ന് നമ്മൾ അങ്ങനെ തീരുമാനിക്കേണ്ടതില്ല. സുന്നത്തും ഫറളും ദീനും കാര്യങ്ങളൊക്കെ അത് അതിൻ്റെതായ രീതിയിലുണ്ട്. ഓരോ വ്യക്തിയുമായി ബന്ധപ്പെട്ട സംഗതികളുണ്ട്. ഞാൻ ഒന്നിനെ ലഘൂകരിക്കല്ല, വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷേ അത് വെച്ച് ഇതൊക്കെ ഇങ്ങനെ അളന്നു നോക്കുന്ന, അതുണ്ടെങ്കിലുണ്ട്, അതില്ലെങ്കിൽ ദീനില്ല, ഇതുണ്ടെങ്കിൽ ദീനുണ്ട്, ഇതില്ലെങ്കിൽ ദീനില്ല, അങ്ങനെ നമ്മളിങ്ങനെ പുറത്തെ വേഷഭൂഷാദികളും ലക്ഷണങ്ങളും അടയാളങ്ങളും വെച്ച് ആളുകളുടെ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കരുത്. മാ വഖറ ഫിൽ ഖൽബ്, മനുഷ്യരുടെ ഹൃദയത്തിനകത്താണ് ഈമാൻ ഉണ്ടാകുക. വസദ്ദഖഹുൽ അമൽ, അവരുടെ കർമ്മങ്ങൾ അതിനെ സാക്ഷ്യപ്പെടുത്തും. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾക്ക് മുസ്ലിമായി മരിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം. രണ്ട് കാര്യം എൻ്റെ മുമ്പ് പറയുന്നുണ്ട്. ഈ ആയത്ത് മനപ്പാടില്ലാത്ത ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടോ?
ഈ ആയത്ത്, ഞാൻ പറഞ്ഞ ആയത്ത് മനപ്പാടല്ലാത്ത ആരെ? യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഈ ഒരു ആയത്ത് കാണാതെ അറിയാത്ത ആരാ നമ്മുടെ കൂട്ടത്തിലുള്ള? എന്താ ആയത്തിന്റെ അർത്ഥം? ഞാൻ ഈ പറഞ്ഞ വിഷയത്തിന്റെ മുഴുവൻ രത്ന ചുരുക്കമുള്ള ഒരു ആയത്താണത്. അല്ലദീന ആമനു, ഈമാനുള്ളവരെ. ആരാ ഈമാനുള്ളവര്? ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി, അവനവനെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർ. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അവരെ മുസ്ലിമായിട്ട് മരിക്കുക. മുസ്ലിമായിട്ട് മരിക്കണം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈമാൻ കൊണ്ട് മരിക്കുക എന്ന് നമ്മൾ പറയില്ലേ? ഒരു നല്ല അവസ്ഥയിലായിരിക്കുമ്പോൾ മരിക്കുക. നമ്മൾ കുറേ ദിവസമായി ഉമ്മാൻ്റെ അടുത്ത് പോയിട്ട് ഉമ്മാനെ ഒന്ന് കാണണം നമുക്ക് തോന്നി, നമ്മൾ ഉമ്മാനെ കാണാൻ പോവുക. ഒരു നല്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാവുന്ന നല്ല കാര്യങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഉമ്മാൻ്റെ അടുത്ത് ഇങ്ങനെ പോയി കുത്തിരിക്കുക എന്ന് പറയുന്നത്. ഉമ്മാൻ്റെ അടുത്ത് ഇങ്ങനെ പോയിരിക്കുന്ന സമയത്ത്, പോയി വരുന്ന സമയത്ത് ഒരു അപകടം പറ്റി നമ്മൾ മരണപ്പെട്ടാൽ അതൊരു നല്ല മരണമാണ്. അതൊരു നല്ല മരണമാണ്. ഈ ലോകത്ത് അല്ലാഹു സംവിധാനിച്ച മഹാത്ഭുതമാണ് നമ്മുടെ ഉമ്മ എന്ന് പറയുന്നത്. ഉമ്മാനെ സന്തോഷിപ്പിക്കുക, ഉമ്മാനെ സംതൃപ്തിപ്പെടുത്തുക, ഉമ്മാൻ്റെ അടുത്ത് പോയിരിക്കുക. ഉമ്മാക്ക് വേണ്ടത് നമ്മൾ സമയത്ത് മരുന്നെത്തുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതൊന്നും ഉമ്മാക്ക് വിഷയമല്ല. മക്കളെന്ന് ഉമ്മാക്ക് എന്താ വേണ്ടത്? ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ ആടിനെ വാങ്ങും, ഉമ്മാക്ക് അതാണ് ഇഷ്ടം, ഉമ്മാക്ക് ഞാനത് കൊണ്ടേ കൊടുക്കും. ഉമ്മാക്ക് ഒന്നുമല്ല വേണ്ട. ഉമ്മാക്ക് എന്താ വേണ്ട? ഉമ്മാക്ക് നമ്മളൊന്ന് ഇങ്ങനെ ഒരു മുട്ടുക വേണ്ട, ഇങ്ങനെ ഒന്ന് തൊട്ടുരുമ വേണ്ട. പൂച്ചനെ വളർത്തുന്നവരുണ്ടോ? വീട്ടിൽ പൂച്ച ഉണ്ടെങ്കിൽ, നമ്മളോട് ഇണങ്ങിയ പൂച്ചകളുണ്ടെങ്കിൽ, പൂച്ചകൾക്കൊരു സ്വഭാവമുണ്ട്. അവർ വന്നാൽ നമ്മളെ കാലിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒന്നൊന്ന് ഉരസിപ്പോവും. ഒന്നിങ്ങനെ ഒരു ടച്ചിങ് എന്ന് പറയുന്നത് വലിയൊരു അനുഭവമാണ്. വീട്ടിൽ പൂച്ചുള്ള സ്ത്രീകൾ ഒന്ന് പൊയ്ക്കാതെ നമ്മൾ പറയും. നമ്മളെ വീട്ടിൽ നമ്മുടെ പൂച്ചയാണെങ്കിൽ ഒന്ന് പൊയ്ക്കുക എന്ന് നമ്മൾ പറയും. പൂച്ച എപ്പോഴും വന്നിട്ട് നമ്മളോടൊന്നിങ്ങനെ ഒരു ടച്ചിങ്. ഉമ്മാക്ക് വേണ്ടത് ടച്ചിങ് ആണ്. നമ്മൾ കുറേ പൈസ അയച്ചു കൊടുത്താലൊന്നും ഉമ്മയും വാപ്പയും തൃപ്തി. വാപ്പാൻ്റെ അടുത്ത് നിങ്ങൾ പോയിരുന്നിട്ട് വാപ്പാനെ തൊടുക എന്ന് പറയുന്ന വലിയ സംഭവമാണ്. തൊടുക ഇസ്ലാമികമായ നമ്മുടെ ഈ മുലാഖാത്ത് ഉണ്ടല്ലോ, നമ്മളിങ്ങനെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മുസാഫത്ത് ചെയ്യണം, തൊടണം. തൊടുന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. രണ്ട് ശരീരങ്ങൾ തമ്മിൽ അനുവദനീയമായ മാർഗത്തിൽ തൊടുന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ ഉമ്മാൻ്റെ അടുത്ത് പോയിട്ട് ഉമ്മാനെ തൊടുന്നത്, ഉമ്മാക്ക് നമ്മളൊന്ന് തൊടാൻ പറ്റണത്, മോനെന്ന് പറഞ്ഞിട്ട് മോളേന്ന് പറഞ്ഞിട്ട് നമ്മളൊന്നും ഉമ്മാക്ക് ഇങ്ങനെ തൊടാൻ പറ്റണത്. ഞാൻ എന്നും ഫോൺ ചെയ്യും. നമ്മളെന്താ ആശ്വസിക്കുന്നത്? എന്നും വിളിക്കും. ഞാൻ പോയിട്ടില്ല, പക്ഷെ ഉമ്മാനെ ഞാൻ എപ്പോഴും വിളിക്കലുണ്ട്. ഉമ്മാനോട് നമ്മൾ എപ്പോഴും സംസാരിക്കലുണ്ട്. ഉമ്മാക്ക് എല്ലാ സമയത്തും ഇപ്പോൾ എനിക്കോ ഭാര്യക്കോ ഒന്നും പോയി നിൽക്കാൻ കഴിയില്ല. അപ്പം ഞാൻ തന്നെ കൂലി കൊടുത്തിട്ട് ഒരാളെ ഉമ്മാൻ്റെ കൂടെ നിർത്തിയിട്ടുണ്ട്. നമ്മളിതൊക്കെ ആശ്വാസം കാണുന്ന കാര്യങ്ങളെ ഞാൻ പറയുന്നത്. നമ്മൾ സ്വയം ആശ്വസിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഞാൻ ഉമ്മാൻ്റെ കൂടെ നല്ല ഒരാളെ നിർത്തി, അതിൻ്റെ ശമ്പളം ഞാനാ കൊടുക്കണത്. ഉമ്മാക്ക് 2500 ഉറുപ്പ്യ ആഴ്ചക്ക് മരുന്നിന് ഉമ്മാക്ക് വേണം, അത് ഞാനാ കൊടുക്കണത്. അങ്ങനെയൊക്കെ നമ്മൾ ആശ്വസിക്കുകയാണ്. നമ്മൾ ആശ്വസിക്കുന്ന വാക്കുകളാണ് ഞാൻ പറയുന്നത്, സ്വയം ആശ്വാസം കൊണ്ടെന്ന്. ഉമ്മാക്ക് ഇതൊന്നുമല്ല. 2500 മരുന്നിൻ്റെ പൈസ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും, പണിക്കെടുക്കുക ഒരാളങ്ങൾ നിർത്തിയാലും നിർത്തിയില്ലെങ്കിലും, ഉമ്മ ഏറ്റവും അധികം സന്തോഷിക്കും ഉമ്മാൻ്റെ അടുത്ത് നമ്മൾ ചെല്ലുമ്പോഴാണ്. ഞാൻ ആ സാന്ദർഭികമായി പറഞ്ഞ അതൊരു വലിയ പുണ്യമാണ്, വലിയൊരു നന്മയാണ്, ഒരു വലിയ സൽക്കർമ്മമാണ്. അത് നമ്മൾ ചെയ്താൽ ആ ചെയ്യുന്ന യാത്രയിൽ നമുക്ക് മരണം ഉണ്ടാകും. ഉമ്മാൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ, ഉമ്മാൻ്റെ അടുത്തേക്ക് ഇറങ്ങി ഉമ്മാൻ്റെ അടുത്ത് നിന്ന് പോരുമ്പോൾ അങ്ങനെ നമുക്കൊരു മരണം ഉണ്ടാകും. അതൊരു നല്ല മരണമാണ്. നല്ല കാര്യങ്ങളിലായിരിക്കെ നമുക്ക് മരണം സംഭവിക്കുക. റബ്ബിഖദ് ആതൈതനീ മിനൽ മുൽക്ക് വഅല്ലംതനീ മിൻ തഅ്വീലിൽ അഹാദീസ് ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫിദ് ദുനിയ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. ദുനിയാവിലെല്ലോ എവിടൊക്കെ എത്തേണ്ടതുണ്ടോ അവിടേക്കൊക്കെ എത്തി, ആഗ്രഹിച്ചൊക്കെ കിട്ടി. ആഗ്രഹിച്ചതിൻ്റെ അപ്പുറവും നിന്റെ അനുഗ്രഹങ്ങളും നിന്റെ സഹായങ്ങളും നിന്റെ എല്ലാ തരത്തിലുള്ള നിന്റെ അടുക്കൽ നിന്നുള്ള നിഅമത്തുകളും അനുഭവിച്ച് ഞാൻ. ആരാ പറയുന്നത്? യൂസുഫ് നബി അലൈഹി സ്വലാം പറയാണ്. ജീവിതത്തിൽ പരീക്ഷണം കൊണ്ട് ജീവിതം തുടങ്ങി, അനുഗ്രഹങ്ങളുടെ ഏറ്റവും ഉയർച്ചയിൽ ജീവിതം ആസ്വദിക്കുന്ന സമയത്ത് ആരാ പറയുന്നത്? യൂസുഫ് നബി അലൈഹി സ്വലാം പറയാം, റബ്ബിഖദ് ആതൈതനീ മിനൽ മുൽക്ക്, എന്നെ ഭരണാധികാരിയാക്കി, മുൽക്ക് തന്നു, അധികാരം തന്നു, രാജാവാക്കി. വഅല്ലംതനീ മിൻ തഅ്വീലിൽ അഹാദീസ്, ആളുകളുടെ സ്വപ്നങ്ങൾക്ക് വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കാനുള്ള അത്ഭുതകരമായ കഴിവ് നീ എനിക്ക് തന്നു.
ഫാത്തിറസ്സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ രക്ഷിതാവേ, അൻത വലിയ്യീ ഫിദ്ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും പരലോകത്തും എൻ്റെ വലിയ നീയാണ് റബ്ബേ, എൻ്റെ രക്ഷിതാവ് നീയാണ് ദുനിയാവിലും പരലോകത്തും. തവഫനി മുസ്ലിമൻ വ അൽഹിഖ്നി ബിസ്സാലിഹീൻ. തവഫനി മുസ്ലിമൻ എന്ന് പറഞ്ഞാൽ എന്നെ മുസ്ലിമായി മരിപ്പിക്കണം. എൻ്റെ ആഗ്രഹം അതാണ്. ഇതെല്ലാം ദുനിയാവിൽ ഇതൊക്കെ കിട്ടി, രാജാവായി, പ്രവാചകനായി, സ്വപ്നവ്യാഖ്യാനം പറഞ്ഞു, എൻ്റെ കുടുംബത്തെ എനിക്ക് തിരിച്ചു കിട്ടി, ഉമ്മാനും വാപ്പാനും തിരിച്ചു കിട്ടി, അനുജന്മാരുമായിട്ടുള്ള ജ്യേഷ്ഠന്മാരുമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ തോന്നും, ഞങ്ങളൊക്കെ ഒരുമിച്ചു, എല്ലാം അനുഗ്രഹീതാണ്, വലിയ സഹായങ്ങളും അനുഗ്രഹങ്ങളുമാണ് റബ്ബേ നീ എനിക്ക് ചെയ്തത്. പക്ഷേ എനിക്ക് ഇനിയും ആഗ്രഹമുണ്ട്. എന്താണ്? തവഫനി മുസ്ലിമൻ, എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കണേ. വ അൽഹിഖ്നി ബിസ്സാലിഹീൻ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തും ചെയ്യണേ എന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. നമുക്കതിന് സഹോദരങ്ങളെ, നമുക്ക് ഓരോരുത്തർക്കും മുസ്ലിമായി ജീവിച്ചു മരിക്കാനും സ്വാലിഹീങ്ങളോടൊപ്പം നാളെ പരലോകത്ത് റബ്ബിൻ്റെ കോടതിയിൽ എത്തിച്ചേരാനും നമുക്ക് സാധ്യമാകണം. ആ രീതിയിലുള്ള ജീവിതമാണ് നമുക്ക് തൗഹീദിലൂടെ ഉണ്ടാകുക. അതിനാണ് നമുക്കൊരു പ്രസ്ഥാനവും, അതിനാണ് സംഘടനാ പ്രവർത്തനമൊക്കെ. നമ്മൾ ഒരു 10 ആൾക്ക് ഇവിടെ ഈ ശാഖയിലുള്ള പാവപ്പെട്ട 10 ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുന്നതാണോ നല്ലത്, നിങ്ങൾ ഒരു മനുഷ്യനെ തൗഹീദിൻ്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരുന്നതാണോ നല്ലത് എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് ചോദിച്ചാൽ അങ്ങാടിയിലുള്ള 1000 ആളുകൾ ഉത്തരം പറയും 10 ആൾക്കാർക്ക് പെരവെച്ച് കൊടുത്താൽ പോരെ, മറ്റോല് പഠിക്കേ, മനസ്സിലാക്കേ, ചിന്തിക്കേ, നേരാകെ, എങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ എന്നാ പറയുക. ദീൻ എന്താ പറയുക, ഇസ്ലാം എന്താ പറയുക നമ്മളോട്? നിങ്ങൾ ഒരാൾക്ക് തൗഹീദ് ഉണ്ടാക്കി കൊടുക്കലാണ് അതിനേക്കാളൊക്കെ ഉത്തമം. 10 ആളല്ല, ഒരു 1000 ആൾക്ക് ഷെൽട്ടർ നിങ്ങൾ ഉണ്ടാക്കുക. ഒരു മനുഷ്യന് തൗഹീദ് കിട്ടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിന് പ്രാധാന്യം കൊടുത്താൽ മതി. അതിനാണ് നമുക്കൊരു പ്രസ്ഥാനം, അതിനാണ് നമുക്ക് സംഘടന, അതിനാണ് നമുക്ക് ദീനീ പ്രവർത്തനം. ആ രംഗത്തൊക്കെ നമ്മളുണ്ടാണ്. ഒരാളെ രക്ഷപ്പെടുത്താൻ, ഈ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്താൻ, ഒരു പ്രദേശത്ത് KNM സജീവായി, MGM വളരെ സജീവായി, അവിടുത്തെ ചെറുപ്പക്കാരും ISM MSM കുട്ടികളൊക്കെ ആ മഹലിൽ നല്ല ആക്റ്റീവാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അറിയോ? അവിടെ ദീനുണ്ട് എന്നാണ്, അവിടെ ദീനീ പ്രവർത്തനം ഉണ്ടെന്നാണ്, അവിടെ മനുഷ്യരെ രക്ഷപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ്. ഒരു പള്ളി ഇങ്ങനെ നടക്കുന്നുണ്ട്, അവിടെ ഉസ്താദുണ്ട്, മദ്രസയിൽ 4-5 അധ്യാപകരുണ്ട്, ഇവരുടെയൊക്കെ ശമ്പളം കൊടുക്കുന്നുണ്ട്, ഇതാണ് മഹലിലും പ്രവർത്തനം എന്ന് വിചാരിക്കരുത്. ഇതൊക്കെ പന്തലുണ്ടാക്കുന്നത് നിക്കാഹ് നടത്താനാണ്. പന്തൽ കെട്ടുന്നതും ആളെ വിളിക്കുന്നതും വണ്ടി തയ്യാറാക്കിയതും ഓഡിറ്റോറിയം ബുക്ക് ചെയ്തതും കത്തടിച്ചതും ഈ പണികൾ മാത്രം ഇങ്ങനെ നടത്തുക. നിക്കാഹ് നടക്കില്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, കുറേ ആൾക്കാർ കാലാകാലം പന്തൽ കെട്ടിക്കൊണ്ടേ നടക്കുക, കത്തടിച്ചും കൊണ്ടേ ഇരിക്കുക. കുറേ ആൾക്കാർ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യുക, വാഹനം ബുക്ക് ചെയ്യുക, ചോറുണ്ടാക്കുക, കറി ഉണ്ടാക്കുക. ഇതെല്ലാം എന്തിനാണ്? കല്യാണത്തിനാണ്, നിക്കാഹ് നടക്കാനാണ്. നിക്കാഹ് ഇല്ല, ബാക്കി എല്ലാ സംഭവം. അങ്ങനെ ആകരുത്. സംഘടനയും പള്ളിയും മദ്രസയും ഈ നടത്തുന്ന ഓട്ടവും ചാട്ടവും പണിയും എല്ലാം എന്തിനാണ്? ആൾക്കാർക്ക് ദീൻ പറഞ്ഞു കൊടുക്കാനാണ്. ആളുകൾക്ക് ദീൻ പറഞ്ഞുകൂടെ, ആളുകളെ ദീനിലേക്ക് ക്ഷണിക്കാനാണ്. ഒരു മനുഷ്യൻ്റെ മനസ്സിലേക്കെങ്കിലും നന്മ തെളിയിച്ചു കൊടുക്കാനാണ്, ഒരു മനുഷ്യനെങ്കിലും നന്മയിലേക്ക് കൊണ്ടുവരാനാണ്. കൂട്ടത്തിൽ നിന്നൊരാൾ തെറ്റിപ്പോയാൽ അയാളെ തിരിച്ച് നമ്മുടെ കൂട്ടത്തിലേക്ക് കൊണ്ടുവരാൻ, അതിനാണ് നമുക്ക് സംഘടന, അതിനാ പ്രസ്ഥാനം. കുറേ കാലൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നിനും വരാറില്ല. അങ്ങനെ വിടരുത്, ആരെയും അങ്ങനെ വിടരുത്. അയാൾ നഷ്ടപ്പെടാൻ, അയാൾക്ക് മാത്രമല്ല, അയാളുടെ കുടുംബത്തിന് മാത്രമല്ല, അത് നമ്മുടെ നാടിൻ്റെയും നമ്മുടെ മഹലിൻ്റെയും നമ്മുടെ പ്രദേശത്തിൻ്റെയും നഷ്ടമായി മാറണം. ഏതോ വീട്ടിൽ നിന്നുള്ളൊരു ചെറുക്കൻ, ഓനിപ്പോൾ കഞ്ചാവടിച്ച് വളരെ മോശപ്പെട്ട രീതിയിലാണ്, അത് നമ്മളിങ്ങനെ പരസ്പരം പറഞ്ഞിട്ടെന്താണ്, ആ കുട്ടി നമ്മുടെ കുട്ടിയാണ്, ആ കുട്ടിയെ നഷ്ടപ്പെട്ടത് നമുക്കാണ്. ഓൻ്റെ ഉമ്മാക്ക് പോയി, ഓൻ്റെ വാപ്പാക്ക് പോയി, അങ്ങനെയല്ല. ഈ പ്രദേശത്ത് നമ്മൾ ദീനും ദഅവത്തും പ്രവർത്തനങ്ങളും നടത്തുന്ന ഒരു പ്രദേശത്ത് അങ്ങനെ ഒരു കുട്ടിയായി മാറുമ്പോൾ ആ നഷ്ടം നമ്മുടേതാണ്. ആ കുട്ടിയെ തിരിച്ചു വിളിക്കൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ബാധ്യതയാണ്. അത് ദീനീ പ്രവർത്തനമാണ്, അത് ദഅവ പ്രവർത്തനമാണ്, അത് സംഘടന ഉണ്ട് എന്നതുകൊണ്ട് ഒരു നാടിന് കിട്ടേണ്ടുന്ന ഗുണം അതാണ്, ഒരു നാടിന് കിട്ടേണ്ടുന്ന പ്രയോജനം അതാണ്. ആൾക്കാർക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല.
ആളുകൾക്ക് ഇതിൻ്റെ ഗുണം മനസ്സിലായോ ഇല്ലേ എന്നുള്ളതല്ല, നമ്മളുടെ മനസ്സിനകത്ത് നമ്മുടെ നീയത്തും ലക്ഷ്യം എന്താണ്. നമ്മൾ ഈ പരിസരത്തുള്ള നമ്മുടെ മുഴുവൻ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ചുറ്റും ഒരപകടവും വരാതെ വലിയ വേലി നിർമ്മിച്ച് ഈ മനുഷ്യരൊക്കെ രക്ഷപ്പെടുത്താനുള്ള ഒരു വലിയ ദൗത്യമാണ് സംഘടനാ പ്രവർത്തനത്തിലൂടെ നമുക്ക് ഏറ്റെടുക്കാനുള്ളത്. അതാണ് സംഘടനാ പ്രവർത്തനം എന്ന് അറിയുമ്പോൾ നമ്മളൊക്കെ സംഘടനാ പ്രവർത്തകരായി മാറും. ഓരോ പ്രദേശത്തും ചെല്ലുമ്പോൾ ആൾക്കാരൊക്കെ ഉണ്ടാവും, പക്ഷെ അവിടുത്തെ സംഘടന ശുഷ്കായിരിക്കും. പള്ളിയിൽ ആളുണ്ടാവും, പള്ളിയിൽ ഖത്തീബ് മിമ്പർ കയറുമ്പോഴേക്ക് താഴത്തെ നിലയും മുകളത്തെ നിലയൊക്കെ നിറയുണ്ട് എന്ന് പറയും. MGMമാർ അവിടുത്തെ പെണ്ണുങ്ങളൊക്കെ ഒരു പരിപാടി വെച്ചാൽ ഇഷ്ടംപോലെ പെണ്ണുങ്ങളുണ്ടാവും എന്ന് പറയും. പക്ഷെ അവിടുത്തെ MGM എങ്ങനെയാണ് അവിടുത്തെ സംഘടനാ പ്രവർത്തനം? അവിടുത്തെ ISM എങ്ങനെയാണ് അവിടുത്തെ കുട്ടികൾ ചെറുപ്പക്കാർ? അവിടുത്തെ സംഘടനാ പ്രവർത്തനം എങ്ങനെയാണ്? അവിടുത്തെ KNM എങ്ങനെയാണ്? ആ ചോദ്യങ്ങളുടെ എല്ലാം കൂടി ഉത്തരമാണ് നമ്മൾ പള്ളി കൊണ്ടിടക്കേണ്ടത്. പള്ളി കൊണ്ടിടക്കേണ്ടത് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ് നിങ്ങൾ എപ്പോഴും ചിന്തിക്കണം. ഞങ്ങൾ പന്തൽ കെട്ടുണ്ട് എന്ന് പറഞ്ഞിടത്താണ് നമ്മൾ നിൽക്കുന്നത്. പള്ളി കൊണ്ടിടക്കുന്നുണ്ട് എന്ന് പറയുന്നത്, മദ്രസയിൽ ശമ്പളം കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നത്, ഓഡിറ്റോറിയം ബുക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നിടത്താണ് നമ്മൾ നിൽക്കുന്നത്. നിക്കാഹ് നടന്നാലേ ഓഡിറ്റോറിയം കൊണ്ടും കത്ത് കൊണ്ടും ബിരിയാണി ചെമ്പ് കൊണ്ടും പന്തൽ കൊണ്ടും ഒക്കെ ഉപകാരം നിക്കാഹ് നടന്നാലേ ഉള്ളൂ. നിക്കാഹ് എന്ന് പറയുന്നത് ദീനീ പ്രവർത്തനമാണ്. അത് നടക്കണം. നമ്മുടെ നാട്ടിൽ ആളുകൾ ഫേസ് ടു ഫേസ്, നിങ്ങൾ ഇപ്പം ഈ ക്യാമ്പിന് എനിക്ക് തോന്നുന്നു ഈ പരിസരത്തുള്ള മുഴുവൻ വീടുകളിലും കയറിയിട്ട് നമ്മുടെ ക്യാമ്പുണ്ട്, പരിപാടിയുണ്ട്, വരണം എന്ന് നമ്മൾ വിളിച്ചിട്ടുണ്ട്. ഇത് നിരന്തരം നടക്കണം. ഇന്നത്തെ ക്യാമ്പിന് വരാത്ത കുറേ ആൾക്കാർ ഈ മഹലിലുണ്ടാവും, കുറേ കിട്ടാത്ത കുറേ ചെറുപ്പക്കാരുണ്ടാവും. വീണ്ടും വീണ്ടും പറയണം, വീണ്ടും വീണ്ടും വിളിക്കണം. അത് നമ്മുടെ ഡ്യൂട്ടിയാണ്, നമ്മുടെ ഔദാര്യമൊന്നുമല്ല, നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് ചുമതലയേൽപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. യാ അയ്യുഹല്ലദീന യാ അയ്യുഹന്നാസ്, റസൂൽ പറയാണ്, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുവീൻ, തുഫ്ലിഹൂ, എന്നാൽ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാവും. ഇത് മിനയിലെ തമ്പിൽ ആളുകൾ രാപ്പാർക്കാൻ വേണ്ടി ഇങ്ങനെ ഹജ്ജിന് വന്ന ആൾക്കാർ ഇങ്ങനെ രാപ്പാർക്കുമ്പോൾ ആ മിനയിലെ തമ്പിനടുത്തുകൂടെ നടന്നിട്ട് റസൂല് പറഞ്ഞാണ്. ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ് കേട്ടോ, ചരിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ചോദ്യം ഞാൻ ചോദിക്കാൻ പോവുകയാണ്. മിനയിലെ തമ്പിനടുത്തുകൂടെ നടന്ന് റസൂല്, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, പ്രസിദ്ധമായ സംഭവമാണ്. ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തത്. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അതിന് നേർക്ക് നേരെ സാക്ഷിയാണ്, ഞാൻ കണ്ടുകൊണ്ടിരിക്കണത് റസൂല് ഇങ്ങനെ വിളിച്ചു പറയുന്നത്, ഞാൻ അതിന് സാക്ഷിയാണ്. ഈ വാക്കാണ് റസൂല് പറഞ്ഞത്, അല്ലയോ ജനങ്ങളെ, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ജനങ്ങളെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുവിൻ, തുഫ്ലിഹു, എങ്കിൽ ജീവിതത്തിൽ വിജയം ഉണ്ടാവും. ഇതെങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂൽ പറയുമ്പോൾ അവിശ്വാസിയായ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു, അബൂജഹൽ. അബൂജഹൽ എന്താ ചെയ്തതെന്നറിയോ? അദ്ദേഹം കുനിഞ്ഞിരിക്കും, മണൽ മരുഭൂമിയിൽ നിന്ന് മണൽ വാരിയിട്ട് റസൂലിൻ്റെ നേരെ എറിയും. എന്നിട്ട് ഇതേ ആൾക്കാരോട് അബൂജഹൽ പറയും, ഇത് ഒരു പുത്തൻ കൂറ്റുകാരാണ്, പുതിയ വിശ്വാസവുമായി വന്ന നമ്മുടെ ദീനിനെ, നമ്മുടെ മതത്തെ, പാരമ്പര്യമായി നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളൊക്കെ തള്ളിക്കളഞ്ഞ ആളാണ് മുഹമ്മദ്, നിങ്ങളാരും അതിന് ചെവി കൊടുക്കണ്ട എന്ന് പറഞ്ഞ് മണലെടുത്ത് വാരി റസൂലിനെ എറിഞ്ഞുകൊണ്ട് പിന്നാലെ അബൂജഹൽ, അവിശ്വാസിയായ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു. റസൂൽ ഇത് പറഞ്ഞ് നടക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ കൂടെ ഉണ്ടായിരുന്ന വിശ്വാസികളുടെ എണ്ണം എത്ര പേരാണ് റസൂലിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്? ആരെങ്കിലും അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കൈവക്ക്. മിനയുടെ തമ്പിനടുത്ത് ചെന്നിട്ട് റസൂല്, അല്ലയോ ജനങ്ങളെ, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു എന്ന് പറയുമ്പോൾ റസൂലിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വിശ്വാസികളുടെ എണ്ണം അതറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്ക്. സമ്മാനത്തിനുള്ള ചോദ്യം അല്ലാതെ ഞാൻ വേറെ ചോദിക്കും, ഇത് നിങ്ങൾക്ക് ചരിത്രത്തിൽ നിന്ന് അറിയുമെന്നുള്ളതാണ്. എത്ര ആളെ കൂടെ ഉണ്ടായിരുന്നത്? അവിശ്വാസിയായ ഒരാളുണ്ടായിരുന്നു, അത് അബൂജഹലായിരുന്നു. വിശ്വാസികൾ എത്ര ആൾ കൂടെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് എന്താ പറയാൻ കഴിയാത്തതെന്നറിയോ? ആരും ഉണ്ടായിരുന്നില്ല. റസൂല് ഒറ്റയ്ക്കായിരുന്നു. ഞാനിത് പറയുന്നത് എന്തിനാ അറിയോ? നമുക്ക് ആളെ തികയാത്തതുകൊണ്ട് സ്കൂഡ് പോകാത്ത ശാഖകളുണ്ട്. ഓൻ വന്നില്ല, ഇവൻ വന്നില്ല. അതെന്താ ചെയ്യാന്ന്? പ്രസിഡന്റിൻ്റെ മക്കൾ തന്നെ വന്നിട്ടില്ല. നമ്മളെന്താ പറയുക, KNMൻ്റെ പ്രസിഡന്റിൻ്റെ മക്കൾ തന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കണേ. പിന്നെ നമ്മളിപ്പോൾ ഇത് ചെയ്യണം. ആര് വന്നാലും വന്നില്ലെങ്കിൽ ഇതെൻ്റെ ഉത്തരവാദിത്തമാണ്, ഇതെൻ്റെ ബാധ്യതയാണ്, ഇതെൻ്റെ കർത്തവ്യമാണ്. ഒരു മുസ്ലിം എന്ന നിലക്ക്, ഒരു വിശ്വാസി എന്നുള്ള നിലക്ക്, ഈമാനുള്ള ഒരാളെന്നുള്ള നിലക്ക് ഞാൻ ചെയ്യേണ്ടതാണിത്. ഈ മഹല്ലിൽ
ഉത്ബോധനങ്ങൾ എന്ന് പറയുന്നത് ആഴ്ചയിലെ വെള്ളിയാഴ്ചയിലെ ഇവിടുത്തെ ഉസ്താദിന്റെ താജുദ്ദീൻ മൗലവിയുടെ ഖുതുബ മാത്രമല്ല, അല്ലാത്തത് നടക്കട്ടെ, ഖുർആൻ പഠിക്കട്ടെ. നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളും മദ്രസയിൽ 5ാം ക്ലാസ്സിൽ പഠനം തീരുമ്പോൾ അവന്റെ വയസ്സ് 10 12 14 18 22 ആൺകുട്ടികളും പെൺകുട്ടികളും നമുക്ക് പള്ളിയില്ലേ, നമുക്ക് മദ്രസല്ലേ, അവർ ഖുർആൻ പഠിക്കട്ടെ. ആഴ്ചയിലൊരിക്കൽ നിങ്ങളുടെ ഒരു സംരംഭം ഉണ്ടാക്ക്, ഒരു സംവിധാനം ഉണ്ടാക്ക്. നിങ്ങൾ ഈ നാട്ടിലെ മനുഷ്യന്മാരെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ കുട്ടികളെ ഖുർആനിന്റെ കൂടെ നിർത്ത്, അള്ളാന്റെ റസൂലിന്റെ ഹദീസിന്റെ കൂടെ നിർത്ത്. അല്ലാത്ത ഒരു രക്ഷാമാർഗവും ഈ ദുനിയാവിൽ എവിടെയും വേറല്ല. മക്കളെ രക്ഷപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരെ ഖുർആനിന്റെ കൂടെ ഇങ്ങനെ നിർത്തുക. അവർക്ക് ആയത്ത് എത്ര അറിയും, എത്ര ആയത്ത് മനപ്പാടുണ്ട്, എത്ര ആയത്തിന്റെ അർത്ഥം അറിയും, എത്ര ആയത്ത് ഹദീസ് അവർ കേട്ടിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ റിയാദുസ് സ്വാലിഹീനിലെ ഒരു 10 ഹദീസും അതിന്റെ അർത്ഥം എൻ്റെ കുട്ടിക്കറിയും എന്ന് പറയുന്ന എത്ര ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും? ഫാത്തിഹ സൂറത്തിൽ അമാനി മൗലവിയുടെ പരിഭാഷ എടുത്തിട്ട് ഫാത്തിഹ സൂറത്തിന്റെ മുഴുവൻ അർത്ഥവും വിശദീകരണവും വ്യാഖ്യാനവും വായിക്കണമെന്ന് ഞാൻ എൻ്റെ മകളോട് നിർബന്ധിച്ച് പറഞ്ഞ് അവളെ കൊണ്ട് ഞാനത് വായിപ്പിച്ചു എന്ന് പറയുന്ന എത്ര ഉപ്പമാർ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും? അതൊരു വർക്കാണ്. നമ്മുടെ മകളുടെ മകന്റെ തലച്ചോറിനകത്തേക്ക് അള്ളാഹുവിന്റെ ദീനിന്റെ സ്വാധീനം വരുത്താൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു വർക്കാണത്. വർക്ക് നമ്മൾ ചെയ്യുമ്പോൾ ബാക്കി ഹിദായത്ത് അള്ളാഹ് കൊടുത്തോളും. പണി നമ്മുടെ അടുത്തുനിന്ന് വേണം, അധ്വാനം നമ്മുടെ അടുത്ത് വേണം, ആഗ്രഹം നമ്മുടെ അടുത്ത് വേണം, പ്രാർത്ഥന നമ്മുടെ അടുത്ത് വേണം, പരിശ്രമം നമ്മുടെ അടുത്ത് വേണം. ഹിദായത്ത് നമ്മുടെ കുട്ടിക്കാണെങ്കിലും ആൺകുട്ടിക്കാണെങ്കിലും പെൺകുട്ടിക്കാണെങ്കിലും അത് അള്ളാഹ് തരേണ്ടതാണ്. അള്ളാഹ് അത് തരും. നമ്മളതിനാഗ്രഹിക്കണം, നമ്മളതിനു വേണ്ടി അധ്വാനിക്കണം. എൻ്റെ വീടിനകത്ത് ദീനുണ്ടാകണം, എൻ്റെ മക്കൾക്ക് ദീനുണ്ടാകണം. വജുനുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. ഇബ്രാഹിം നബി പ്രാർത്ഥിക്കാൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിഗ്രഹങ്ങൾക്കെതിരെ പടപൊരുതി സമരം നയിച്ച് വിപ്ലവം മുടക്കി കടന്നു വന്ന പ്രവാചകൻ. ചരിത്രത്തിൽ അങ്ങനെ ഒരാളെ ആദ്യം കണ്ടുമുട്ടുന്നത് ഇബ്രാഹിം നബിയാണ് അലൈഹിസ്സലാം. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന എന്താണ്? വജുനുബിനി, എന്നെ അകറ്റണം റബ്ബേ, വബനിയ, എൻ്റെ മക്കളെയും, അന്നഅ്ബുദൽ അസ്നാം, ഞങ്ങളെങ്ങാനും വിഗ്രഹാരാധകരായി പോകുന്നതിനെ തൊട്ട് അകറ്റണം. കബറാരാധനയിൽ നിന്ന് അള്ളാഹുവേ എൻ്റെ മക്കൾ, എൻ്റെ തലമുറ അകറ്റണം. പെൺകുട്ടികളെ നമ്മൾ കെട്ടിച്ചു കൊടുക്കുമ്പോൾ കള്ളുടിക്കില്ല എന്ന് മാത്രമേ നമ്മൾ ഉറപ്പുവരുത്തുള്ളൂ, മദ്യപാനല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തും. ഏതോ വീട്ടിലേക്ക് കെട്ടിച്ചു കൊടുക്കും. അവിടെ ഒരു തലമുറ കഴിയുമ്പോൾ, 2 തലമുറ കഴിയുമ്പോൾ മകളുടെ മക്കൾ, അവരെ പേരക്കുട്ടികൾ, അവരെന്തായി? അതൊരു സുന്നി കുടുംബമാണ്, ഓലൊക്കെ അതിൻ്റെ ആൾക്കാരാണ്. നമ്മളിങ്ങനെയാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ മദ്രസയിൽ പറഞ്ഞയച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുത്ത് നമ്മുടെ മകളെ വളർത്തി വലുതാക്കി 22 വയസ്സായപ്പോൾ 25 വയസ്സായപ്പോൾ ഒരു വീട്ടിലേക്ക് കെട്ടിച്ചു വിട്ടിട്ട് ഇന്ന് അവൾ പ്രസവിക്കുന്ന അവളുടെ മക്കൾ, പേരക്കുട്ടികൾ, ഒരു പുതിയ തലമുറ നമ്മുടെ ചോരയിൽ നിന്ന് ഷിർക്കിലേക്ക് പോകുന്നത് നമ്മളിങ്ങനെ ഒരു തരത്തിലുള്ള അലോസരങ്ങളുമില്ലാതെ. ഞാൻ നിങ്ങളോട് കെട്ടിച്ചു കൊടുക്കുമ്പോൾ സുന്നി മുജാഹിദ് നോക്കി ഒരു നാട്ടിൽ കുഴപ്പമുണ്ടാക്കണം എന്ന് പറയുന്നില്ല. എൻ്റെ മകൾ ലാ ഇലാഹ ഇല്ലല്ലാഹുള്ള തൗഹീദുള്ള ഷിർക്കില്ലാത്തൊരു വീട്ടിൽ പോയി ഉൾപ്പെടണം എന്ന് എൻ്റെ കുട്ടിനെ കുറിച്ച് എനിക്ക് ആഗ്രഹിച്ചുകൂടെ? എൻ്റെ മകൾക്ക് വേണ്ടി എനിക്ക് അങ്ങനെ പ്രാർത്ഥിച്ചുകൂടെ? എൻ്റെ മകൾ പ്രസവിക്കുന്ന ഒരു കുട്ടി നാളെ ജാറത്തിലും ഖബറിലും പോയി മരണപ്പെട്ടവരോട് പ്രാർത്ഥിക്കുന്ന, പച്ചക്ക് ഷിർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയായി എൻ്റെ പേരക്കുട്ടി മാറല്ലേ എന്നെനിക്ക് ആഗ്രഹിച്ചുകൂടെ? അതിനുവേണ്ടി എനിക്കൊരു പരിശ്രമം നടത്തിക്കൂടെ? എൻ്റെ റബ്ബിനോട് എനിക്ക് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിലൊക്കെ എനിക്ക് 2 പെൺമക്കളാണ് റബ്ബേ. ആ 2 പെൺമക്കളും തൗഹീദുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ കയ്യിൽ പോയി ഉൾപ്പെടണേ എന്ന് നമുക്ക് ആഗ്രഹിച്ചുകൂടെ? എനിക്ക് 2 ആൺകുട്ടികളാണ്. ഏതെങ്കിലും നാട്ടിലെ 2 പെൺകുട്ടികളെ ദീനോടുകൂടെ കൊണ്ടു നടക്കാൻ കരുത്തുള്ള 2 ചെറുപ്പക്കാരാക്കി എൻ്റെ ആൺമക്കളെ മാറ്റണേ എന്നെനിക്ക് പ്രാർത്ഥിച്ചുകൂടെ? അതിനല്ലേ നമ്മൾ ദീൻ എന്ന് പറയുക, അതിനല്ലേ നമ്മൾ ഇസ്ലാം എന്ന് പറയുക, അതിനല്ലേ നമ്മൾ വിശ്വാസം എന്ന് പറയുക, അതിനല്ലേ നമ്മൾ ഈമാൻ എന്ന് പറയുക. അങ്ങനെ ഈമാനുള്ളവരായി, അങ്ങനെ അഖീദയുള്ളവരായി, അങ്ങനെ ദീനുള്ളവരായി, ആ ദീൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നവരും പങ്കുവെക്കുന്നവരുമായി, എല്ലാവർക്കും ദീന് കിട്ടണം എന്നാഗ്രഹിക്കുന്നവരായി, എല്ലാവരും ദീനിൻ്റെ മാർഗത്തിൽ ജീവിച്ച് മുവഹിദീങ്ങളായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ച് മരണപ്പെടുന്നവരാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കണം. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം, അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കണം. എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൻ്റെ
ആത്യന്തികമായ ലക്ഷ്യവും അടിസ്ഥാനപരമായ താല്പര്യവും അതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. സഹോദരങ്ങളെ, എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇങ്ങനൊരു അവസരം തന്നതിന്, കുറച്ച് സമയം നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാനുള്ള ഒരു വേദി തന്നതിന് എൻ്റെ എല്ലാ സന്തോഷങ്ങളും ഞാൻ നിങ്ങളോട് പ്രകടിപ്പിക്കുകയാണ്. തീർച്ചയായും നമുക്ക് നാളെ പരലോകത്ത് റബ്ബിൻ്റെ കോടതിയിൽ നമ്മുടെ മാതാപിതാക്കളോടൊപ്പം, നമ്മുടെ ഉമ്മ-ബാപ്പമാരോടൊപ്പം, നമ്മുടെ ഗുരുനാഥന്മാരോടൊപ്പം, നമ്മുടെ സംഘടനാ പ്രവർത്തകരോടൊപ്പം നാളെ പരലോകത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് കഴിയണം. ഞാൻ മുഹമ്മദ് മദനി ഇവിടെ താജുദ്ദീൻ മൗലവി അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ അനുസ്മരിക്കുകയുണ്ടായി. മുഹമ്മദ് മദനി മരണപ്പെട്ട് നമ്മളോട് വേർപിരിഞ്ഞ് മണിക്കൂറുകൾ കഴിയുമ്പോഴാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മളിൽ നിന്ന് നമ്മുടെ നേതാക്കന്മാർ മരണപ്പെട്ടു പോവുകയാണ്. നമ്മളിൽ നിന്ന് അങ്ങേയറ്റം ഇഖ്ലാസോടുകൂടെ, വലിയ സൂക്ഷ്മതയോടുകൂടെ, വലിയ ഭക്തിയോടുകൂടെ, വലിയ തഖ്വയോടുകൂടെ പ്രസ്ഥാനത്തിൻ്റെ മുന്നിൽ നടന്നവർ നമ്മളിൽ നിന്ന് ഓരോരുത്തരായി വേർപെട്ടു പോവുകയാണ്. അള്ളാഹു നമ്മുടെ നേതാക്കന്മാർക്ക്, മരണപ്പെട്ടു പോയ നമ്മുടെ പണ്ഡിതന്മാർക്ക്, നമ്മുടെ ഗുരുനാഥന്മാർക്ക്, മുഹമ്മദ് മദനി ഒരേ സമയം എൻ്റെ നേതാവും എൻ്റെ ഗുരുനാഥനുമാണ്. മദനിയെ പോലെയുള്ള മഹാന്മാരായ വ്യക്തിത്വങ്ങൾക്ക് അള്ളാഹു പരലോകത്ത് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഓരോരുത്തർക്കും റബ്ബ് പരലോകത്ത് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരാൾക്ക് ഞാൻ ഒരു സമ്മാനം പറഞ്ഞു. ഫൈസൽ ബാബു പോയോ? 100 റുപ്യ. ഫൈസൽ ബാബു 100 റുപ്യ തരൂ കേട്ടോ ഒരാൾക്ക്. അത് ഞാൻ ഇതാണ് ചോദ്യം. ഇതാണ് ഞാൻ പറഞ്ഞിരുന്നു, ഈമാൻ എന്ന് പറഞ്ഞാൽ ലൈസൽ ഈമാൻ ബിത്തമന്നി വലാ ബിത്തഹല്ലി. നമ്മുടെ രൂപവും കോലവും ഒന്നും നോക്കിയിട്ടല്ല ഈമാൻ എന്ന് പറഞ്ഞാൽ. മാ വക്കറഫിൽ കൽബ്, ഹൃദയത്തിൽ ഉറക്കണം. വസദ്ദഖഹുൽ അമൽ, നമ്മുടെ കർമ്മങ്ങൾ, പ്രവർത്തനങ്ങൾ അതിനെ സാക്ഷി നിർത്തണം. അത് ആര് പറഞ്ഞതാണ്? കയ്യുയർത്തിക്കാർ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ. ആരാണത് പറഞ്ഞത്? ഹസനുൽ ബസരി. നിങ്ങളെ പേര് പറയും. മുഹമ്മദ് സാഹിബ് വരെ നിങ്ങളെ സമ്മാനം വാങ്ങിക്കണം. ഞാൻ തന്നെ സമ്മാനം തരുന്നത്. ഇതാ താക്കോൽ മുടനല്ലോ. അല്ല കുഴപ്പമില്ല. അല്ല ആയിക്കോട്ടെ. ഇൻഷാ അല്ലാ. ബിസ്മില്ലാ. അത് നമ്മൾക്കൊരു ആളുകൾക്ക് മനസ്സിലാക്കാനാണ്. ഇൻഷാ അല്ലാ ആയിക്കോട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു അവൻ്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ, സ്വാലിഹ്യങ്ങളിൽ, സദ്വർത്തവാന്മാരിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.